വയലൻസ് ഒരു ലഹരിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് സിനിമയ്ക്ക് റോളുണ്ട്, വെബ് സീരീസുകൾക്ക് റോളുണ്ട്, സോഷ്യൽ മീഡിയയ്ക്ക് റോളുണ്ട്. കുടിക്കാം, ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനം കേരളമായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായിട്ട് നമ്മൾ മാറുക. BJPക്ക് ബദൽ അല്ല കോൺഗ്രസ് എന്നത് ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിക്കാൻ കഴിയും. പിന്നെ സിനിമകളിലൊക്കെ നടക്കുന്നതൊരു സെലിബ്രേഷൻ ഓഫ് വയലൻസ് എന്ന് നമുക്ക് പറയാം. രണ്ട് സർക്കാരിൻ്റെയും നയിക്കുന്നത് സഖാവ് പിണറായി വിജയനാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ മികവിൽ ആണല്ലോ മൂന്നാം സർക്കാരിനുള്ള ഏറ്റവും വലിയ മൂലധനം. പക്ഷേ ആളുകളുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേസ്റ്റ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്, പക്ഷെ മര്യാദയ്ക്ക് കൊണ്ടുപോയിട്ട് സർക്കാരും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ സംസ്കരിച്ചോളണം. കേരളം ഇപ്പം മാലിന്യത്തിനെതിരെയുള്ള വലിയൊരു പോരാട്ടത്തിലാണ്. രണ്ടും പല രീതിയിലാണ്. അതായത് ഒന്ന് മാലിന്യ സംസ്കരണം ഏറ്റവും ശാസ്ത്രീയമാക്കുക, പിന്നെ ജനങ്ങളിൽ ആ ഒരു അവബോധം സൃഷ്ടിക്കുക. അതിന് നമ്മളൊരു ഡെഡ് ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റസ് എന്താണ്? വലിയ പുരോഗതി ഈ ക്യാമ്പയിനിൽ ഉണ്ടായിട്ടുണ്ട്. ഗവൺമെൻറ് വന്നത് മുതൽ തന്നെ ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ബ്രഹ്മപുരത്തെ തീപിടുത്തത്തിന് ശേഷം അത് വളരെ തീവ്രമായിട്ട് ഒരു തീവ്രയത്ന പരിപാടിയായിട്ട് തന്നെ അതെടുക്കുകയുണ്ടായി. ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് അസംബ്ലിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഈ ഒരു കർമ്മപരിപാടി മുന്നോട്ട് വെച്ചത്. അന്ന് ഇത് അടിയന്തരപ്രമേയമായിട്ട് ഉന്നയിക്കപ്പെട്ടു. മറുപടി പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ ആപത്തിനെ ഒരു അവസരമാക്കി മാറ്റും, കേരളത്തെ മുഴുവൻ മാലിന്യമുക്തമാക്കാൻ. രണ്ട്, ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും. വലിയ പരിഹാസവും ട്രോളും ഒക്കെ അന്നുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ പല പ്രഖ്യാപനങ്ങളും നടന്ന അനുഭവമുള്ളതുകൊണ്ട് ഇത് ഏറെക്കുറെ അസാധ്യമാണെന്നാണ് കരുതിയിരുന്നത്. ഇപ്പോൾ ബ്രഹ്മപുരത്തും മാറ്റം വന്നു. ബ്രഹ്മപുരത്തെ മുൻനിർത്തി നടത്തിയ ഇടപെടലുകൾ കേരളത്തിലാകെയും നല്ല മാറ്റം സൃഷ്ടിച്ചു. പൂർണ്ണമായി എന്നൊന്നും അവകാശപ്പെടില്ല, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ ഉണ്ടായ മാറ്റം വളരെ ശ്രദ്ധേയമായിട്ടുള്ളതാണ്. ഇപ്പോൾ ബ്രഹ്മപുരത്ത് നമ്മൾ 24 ഏക്കർ ഭൂമി വീണ്ടെടുത്തു കഴിഞ്ഞു ബയോമൈനിങ്ങിലൂടെ. 8 ലക്ഷം മെട്രിക് ടൺ മാലിന്യമലയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 6.59 ലക്ഷം മെട്രിക് ടൺ നീക്കം ചെയ്തു, ഏതാണ്ട് 80%. ബാക്കി മെയ്യോടുകൂടി പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. പൂങ്കാവനമായി മാറിക്കഴിഞ്ഞില്ലെങ്കിലും പൂങ്കാവനം അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റം മെയ്യാവുമ്പോഴേക്കും തന്നെ ഉണ്ടാവും. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് പ്രഖ്യാപിച്ചതാണ് ഒരു കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ആരംഭിക്കുമെന്നത്. ഇപ്പോൾ ഏപ്രിലിൽ അത് പ്രവർത്തനം ആരംഭിക്കാൻ സജ്ജമായി കഴിഞ്ഞു. 150 ടൺ ജൈവമാലിന്യം പ്രതിദിനം സംസ്കരിച്ച് കംപ്രസ് ബയോഗ്യാസ് ആക്കി മാറ്റി BPCLന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാന്റ്. മാത്രമല്ല അതോടൊപ്പം ഇപ്പോൾ പാലക്കാട്ട് ഡിസംബറോടുകൂടി 200 ടണ്ണിൻ്റെ മറ്റൊരു പ്ലാന്റ് പ്രവർത്തനക്ഷമമാകും. അത് ഗെയിലിൻ്റെ പൈപ്പ് ലൈനിലേക്കാണ് അത് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2 വൻകിട പ്ലാന്റുകൾ, ഒന്ന് ഏപ്രിലിൽ വരും, മറ്റൊന്ന് ഡിസംബറിൽ വരും. രണ്ടാമത്തത് സോളിഡ് വേസ്റ്റ് തന്നെയാണ്. അല്ല, ബയോ വേസ്റ്റ് 2 എണ്ണം ഇനി തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഇപ്പോൾ അനുമതി കൊടുത്തു കഴിഞ്ഞു. അത് BPCL തന്നെയാണ് അത് ചെയ്യുന്നത്. പാലക്കാട്ടേത് BPCL അല്ല, അത് ഒരു സ്വകാര്യ ഏജൻസിയുടേതാണ്. ഇതിന് പുറമെ കൊല്ലത്തും തൃശ്ശൂരിലും CBG പ്ലാന്റ് വിഭാവനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടുള്ള വലിയ മാറ്റമാണ്. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡോർ ടു ഡോർ കളക്ഷനിൽ നോൺ ബയോ വേസ്റ്റിൻ്റെ ഡോർ ടു ഡോർ കളക്ഷനിൽ ഉണ്ടായിട്ടൊരു കുതിച്ചുചാട്ടമാണ്. 2023 മാർച്ചിൽ 47% വീടുകളിൽ നിന്നാണ് അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിച്ചിരുന്നത്. ഹരിതകർമ്മസേന വലിയ റെസിസ്റ്റൻസ് ആയിരുന്നു. ഹരിതകർമ്മസേന ചെല്ലുമ്പോൾ പ്രതിഷേധം, പണം കൊടുക്കാനുള്ള ചെറിയ യൂസർ ഫീയാണ്, 50 രൂപയാണ്. അത് കൊടുക്കാനുള്ള എതിർപ്പ്, സോഷ്യൽ മീഡിയയിൽ ഹരിതകർമ്മസേനയ്ക്കെതിരായിട്ടുള്ള അധിക്ഷേപം. ഗവൺമെൻറ് ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി നിയമ ഭേദഗതി കൊണ്ടുവന്നു.
ഹരിതകർമ്മസേനയ്ക്ക് പാഴ്വസ്തുക്കൾ കൈമാറുകയും നിശ്ചയിച്ച യൂസർ ഫീ കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ളൊരു സേവനവും കിട്ടില്ല എന്ന വ്യവസ്ഥ ഉണ്ട്. മാത്രമല്ല, യൂസർ ഫീ കൊടുക്കാത്തവർക്ക് അവരിൽ നിന്ന് പ്രോപ്പർട്ടി ടാക്സിൻ്റെ കൂടെ ഫൈനോടുകൂടി ഈടാക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരവും കൊടുത്തു. പിന്നെ വലിയ ബോധവൽക്കരണ പരിപാടി രണ്ടും നടത്തി. ഇന്നിപ്പോൾ അത് ഏതാണ്ട് 89% വർദ്ധിച്ചു. ബ്രഹ്മപുരത്ത് താങ്കൾ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ വലിയ വൈറലായിരുന്നു. ബ്രഹ്മപുരത്ത് നന്നായി ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ മാസമാണ് NGT നമ്മളുടെ ഫൈൻ അടിച്ചത്. കാരണം കേരളത്തിൽ നിന്നുള്ള ഈ അജൈവ മാലിന്യമൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ കൊണ്ട് സംസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ കൊണ്ട് ഡംപ് ചെയ്യാണ്, സംസ്കരിക്കുന്നുമില്ല, ഡംപ് ചെയ്യുന്നു എന്നൊരു. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ അത് മുഴുവൻ പറഞ്ഞില്ലേ. അപ്പോൾ ഡോർ ടു ഡോർ കളക്ഷൻ കൂടി. നമ്മൾ ഈ മാർച്ചോട് കൂടി ഇത് 100-ലേക്ക് എത്തിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീടുകളിൽ നിന്ന് ശേഖരിച്ചാൽ താൽക്കാലികമായിട്ട് ഇത് സംഭരിക്കുന്നത് മിനി MCF-ലാണ്, മിനി മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി. അത് ഓരോ വാർഡിലും വേണമെന്ന് കണ്ടിരുന്നു. 2023 7,700-ലധികം മാത്രം, 7,746 മറ്റോ ഉണ്ടായിരുന്നത് മിനി MCF. ഇന്നത് 19,600 കൂടി. ഒരു ഓൾമോസ്റ്റ് 3 times വർധനവ് നമുക്കുണ്ടാക്കാൻ കഴിയും. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു മിനി MCF ഒരു വാർഡിൽ സ്ഥാപിക്കുമ്പോൾ പോലും പബ്ലിക് പ്രൊട്ടസ്റ്റായിരുന്നു. അതുപോലും സമ്മതിക്കില്ലായിരുന്നു. അവിടെ നിന്നാണ് ഈ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈമറി സെഗ്രിഗേഷൻ നടത്തുന്നത് മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റികളിലാണ്, MCF. അത് ഇന്ന് 4 തദ്ദേശ സ്ഥാപനങ്ങളിലൊഴികെ, ഇടമലക്കുടി പോലെ അതിവിദൂരമായിട്ടുള്ള വളരെ റിമോട്ടായിട്ടുള്ള 4 തദ്ദേശ സ്ഥാപനങ്ങളിലൊഴികെ എല്ലായിടത്തും മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ആയി. സെക്കൻഡറി സെഗ്രിഗേഷൻ നടത്തുന്നത് ബ്ലോക്ക് ലെവലിലുള്ള RRF ആണ്, റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി. 87 ഇടത്താണ് 2023 മാർച്ചിലുണ്ടായിരുന്നത്. ഇന്ന് 191 കൂടി. എല്ലാ ബ്ലോക്കിലും വന്നു. അതിന് പുറമെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും, പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും MCF-ന് പുറമെ RRF കൂടി വന്നു. ഈ 2 തലത്തിലുള്ള സെഗ്രിഗേഷന് ശേഷമാണ് റീസൈക്കിൾ ചെയ്യാവുന്നത് അത്തരം ഫെസിലിറ്റികളിലേക്ക് പോകുന്നു, അല്ലാത്തത് സിമൻറ്റ് ഫാക്ടറികളിലേക്ക് പോകുന്നു. പ്രധാനമായിട്ടും ഇത് ഈ നോൺ റീസൈക്ലബിൾ വേസ്റ്റ് ഹരിതകർമ്മ സേനയിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങി ഡിസ്പോസ് ചെയ്യുന്ന, സിമൻറ്റ് ഫാക്ടറിയിലേക്ക് എത്തിക്കുന്ന ഏജൻസി സർക്കാരിൻ്റെ ഏജൻസിയായ CKCL ആണ്, ക്ലീൻ കേരള കമ്പനിയാണ്. എന്നാൽ നമ്മൾ പ്രൈവറ്റ് ഏജൻസികളെയും ഇപ്പോൾ എൻഗേജ് ചെയ്തിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് ഒറ്റ പ്രൈവറ്റ് ഏജൻസി ഉണ്ടായിരുന്നില്ല. ഇന്ന് 200-ലധികം പ്രൈവറ്റ് ഏജൻസികൾ, 74 പ്രൈവറ്റ് ഏജൻസികളുണ്ട്. ഈ പ്രൈവറ്റ് ഏജൻസികൾ ശുചിത്വ മിഷൻ അക്രഡിറ്റഡ് ഏജൻസികളാണ്. അവരിൽ ചിലരുടെ ഭാഗത്തു നിന്നാണ് ഈ പറഞ്ഞ ഈ നിയമവിരുദ്ധമായിട്ട് പ്രവൃത്തി ഉണ്ടായിട്ടുള്ളത്. ഈ ഏജൻസികൾ ചിലർ ഒരു എളുപ്പത്തിൽ ലാഭമുണ്ടാക്കാനുള്ള ശ്രമമെന്ന നിലയിൽ ഇത് സംസ്കരിക്കാതെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് വലിച്ചെറിയുന്ന ചില സംഭവങ്ങളുണ്ടായി. അത് ഒറ്റപ്പെട്ടതാണ്, പക്ഷെ വളരെ ഗൗരവത്തോടെ സർക്കാർ കണ്ടത്. അത്തരം ഏജൻസികൾക്കെതിരെ നടപടിയെടുത്തു, അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. അത് ശക്തമായിട്ടുള്ള നടപടി തന്നെ കാര്യത്തിലെടുത്തിട്ടുണ്ട്. അത് ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ ജാഗ്രതയും ഇപ്പോൾ ഗവൺമെൻറ് പുലർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി ഇപ്പോൾ CKCL-ൻ്റെ ഭാഗത്തു നിന്നും അത്തരം നടപടികൾ ഉണ്ടായിട്ടില്ല. ഈ 74-ൽ വളരെ വിരലിലെണ്ണാവുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മളത് ട്രാക്ക് ചെയ്യുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങൾ ട്രാക്ക് ചെയ്യാനും ഇതെവിടെ കൊണ്ടുപോകുന്നു, എങ്ങനെ സംസ്കരിക്കുന്നു, മാത്രമല്ല ഇവർക്ക് സംസ്കരണ സംവിധാനം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ലൈസൻസ് പുതുക്കൂ എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. മിനിസ്റ്ററെ കുറിച്ച് ഒരു ക്രിറ്റിസിസം, പ്രത്യേകിച്ച് പാലക്കാടുള്ള ഒരു ഡിസ്റ്റിലറി ഓണറാണ് എന്നോട് പറഞ്ഞത്, മിനിസ്റ്റർ LSG മിനിസ്റ്റർ മാത്രമാണ്, എക്സൈസ് മിനിസ്റ്റർ അല്ല. എക്സൈസ് പലപ്പോഴും മറന്നു പോകുന്നു. ഇത് പല എക്സൈസ് പ്രതിപക്ഷം തിരിച്ചാ പറയണത്. അതെ, പക്ഷെ പല ഇപ്പൊ ഗോവിന്ദ മാഷ് എക്സൈസ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ എടുത്ത പല ബഡ്ജറ്റിലെ കുറെ തീരുമാനങ്ങളുണ്ടായിരുന്നു. വൈനറി തുടങ്ങുക, ഡിസ്റ്റിലറി, ജവാന്റെ എക്സ്പാൻഷൻ ലൈൻസ്, ഇത് പലതും ഇതിന് എക്സ്പോർട്ട്, ഇത് പലതും സ്ലോ ആണ്. ഒന്നാമത്തെ കാര്യം, പ്രധാനമായിട്ടും സമയം ചെലവഴിച്ചിട്ടുള്ളത് LSTD-യിലാണെന്നുള്ളത് ശരിയാണ്. കാരണം കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് അവിടെ തന്നെയാണ്. എക്സൈസിൽ നമ്മൾ നയരൂപീകരണം നടത്തുക എന്നുള്ളതാണ് പ്രധാനം. ബാക്കി കാര്യങ്ങൾ പിന്നെ ഇത്രയും സമയം അവിടെ വിനിയോഗിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ LDF സർക്കാരിൻ്റെ നയമാണ് മന്ത്രി ആരായാലും നടപ്പാക്കുന്നത്. ആ നയം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഗോവിന്ദ മാസ്റ്റർ കാലത്ത് തുടങ്ങി വെച്ചത് ആ നയം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെയാണ് ഇപ്പോൾ
നമ്മുടെ ഡിസ്റ്റിലറിയും അതുപോലെ തന്നെ മറ്റേ എത്തനോൾ പ്ലാന്റും ബ്രൂവറിയും ബോട്ടിലിംഗ് പ്ലാന്റുകളും ഒക്കെ അനുവദിക്കാം എന്ന് തീരുമാനിച്ചത് 2022-23 നയത്തിൻ്റെ ആമുഖത്തിൽ അത് പറഞ്ഞു, പരാമർശിച്ചു. ആമുഖത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 23-24 നയത്തിൽ പാര 24 കൃത്യമായി സ്പെസിഫൈ ചെയ്തു എന്താണ് സർക്കാരിൻ്റെ നയം എന്നത്. അതനുസരിച്ചുള്ള നടപടിയിലേക്ക് ഇപ്പോൾ കടന്നു. ഇപ്പോൾ അങ്ങനെയാണല്ലോ പാലക്കാട്ട് പ്ലാൻ സ്റ്റാറ്റസ് നമ്മുടെ അനുമതി കൊടുത്തു കഴിഞ്ഞു. ബാക്കി അനുമതികൾ അവരാ വാങ്ങേണ്ടത്. അനുമതി കൊടുത്ത ക്യാബിനറ്റ് തീരുമാനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മറ്റ് നിലനിൽക്കുന്ന എല്ലാ നിബന്ധനകൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി ഡിസ്റ്റിലറി ആരംഭിക്കാൻ പ്രാരംഭാനുമതി കൊടുക്കുന്നു എന്നാണ്. എക്സൈസിൻ്റെ അനുമതി കൊടുത്തു. ബാക്കി ആവശ്യമായിട്ടുള്ള അനുമതികൾ അവർ വാങ്ങണം. അത് വാങ്ങിക്കഴിഞ്ഞാൽ അതുമായിട്ട് മുന്നോട്ട് പോകാം. എക്സൈസിൻ്റെ അനുമതി ആണ് ഇപ്പോൾ നമ്മൾ ലഭ്യമാക്കി കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ അല്ലല്ല, ഞാൻ പറഞ്ഞത് വളരെ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും കാണുന്നത്. കാരണം സർക്കാരിന് വലിയ വരുമാനം ഉണ്ടാക്കുന്നൊരു വകുപ്പാണല്ലോ. ആ പ്രാധാന്യത്തോടെ തന്നെയാണ് അതിനെ കാണുന്നത്. ഇപ്പോൾ വലിയ തോതിൽ വരുമാനം ഒപ്പം തൊഴിലവസരവും സൃഷ്ടിക്കാൻ ഉള്ള സാധ്യതയുള്ള മേഖലയാണിത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ ബ്ലെൻഡിങ് പോളിസി കൂടി വന്നിട്ടുണ്ട്. 20% 2030 ആകുമ്പോഴേക്കും പെട്രോളിൽ ബ്ലെൻഡ് ചെയ്യണമെന്നുള്ളതാണ്, എത്തനോൾ ബ്ലെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇറക്കുമതി ചെയ്ത സ്പിരിറ്റ് ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ 9.26 കോടി ലിറ്ററാണ്. മറ്റേ ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് എത്തനോൾ ഉണ്ടല്ലോ, അത് 30 കോടി ലിറ്ററാണ് ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് പ്രകാരം. കൃത്യമല്ല, കാരണം എണ്ണ കമ്പനികളിൽ നിന്ന് കിട്ടിയ വിവരം മാത്രം വെച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും ഒരു 3000-4000 കോടിയുടെ ബിസിനസ്സാണ്. ഒരു തുള്ളി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. മുഴുവൻ വരുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രധാനമായിട്ടും കർണാടകയും പിന്നെ മഹാരാഷ്ട്രയും, പക്ഷേ ബാക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കുടിക്കാം, ഉണ്ടാക്കരുത് എന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? എന്നുവെച്ചാൽ ഉണ്ടാക്കുന്നുണ്ട്. ബ്ലെൻഡിങ്ങും ബോട്ടിലിങ്ങും മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ബ്ലെൻഡിങ്ങും ബോട്ടിലിങ്ങും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ അസംസ്കൃത വസ്തുവാണല്ലോ സ്പിരിറ്റ്. അത് ഇവിടെ ഉണ്ടാക്കാൻ പാടില്ല. അതെന്തോ വലിയ പാപമാണ്. പക്ഷേ അതിവിടെ കൊണ്ടുവന്ന് കലക്കാം. ആ പറയുന്നതിലൊരു കാപട്യമുണ്ട്. നമ്മളിതിനെ കാണുന്നത് ഒരു വ്യവസായം എന്ന നിലയിലാണ്. മിസ്റ്ററിനെ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയത്തിലേക്ക് വരാം. കേരളം ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചസിൽ ഒരെണ്ണമാണ് ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വരുന്നത്. ഡ്രഗ്സിൻ്റെ, പ്രത്യേകിച്ചും ഈ രാസലഹരി വല്ലാതെ കൂടുന്നത്. അത് എന്താണ്, നമ്മൾ അതിൻ്റെ ഒരു സോഴ്സ് എങ്ങനെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ഉദ്ദേശിക്കുന്നത്? വളരെ ഇലാബറേറ്റ് ആയിട്ട് അസംബ്ലിയിൽ കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞു. സോഴ്സ് വളരെ ഒന്നാമത് ഇത് ഇൻ്റർനാഷണൽ ആയിട്ടുള്ളൊരു ശൃംഖലയാണ്. ഇന്ത്യയിലേക്ക് വരുന്നത് പ്രധാനമായിട്ടും തുറമുഖങ്ങൾ വഴിയാണ്, പുറത്തുനിന്നാണ് വരുന്നത്. മുന്ദ്ര, മുംബൈ ഇതൊക്കെയാണ് പ്രധാന സോഴ്സ്. കൊൽക്കത്ത, വിശാഖപട്ടണം എല്ലാം നടന്നുണ്ട്. ഇപ്പോൾ പുറത്തുനിന്നാണ് വരുന്നത്. അത് നിയന്ത്രിക്കേണ്ടത് പ്രധാനമായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോൾ 2024 25,000 കോടിയുടെ മയക്കുമരുന്ന് ഇന്ത്യയിൽ നിന്ന് പിടിച്ചു എന്നാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ തന്നെ ഔദ്യോഗിക പത്രക്കുറിപ്പാണ്. ഫെബ്രുവരി 10 പത്രക്കുറിപ്പ്. 25,000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് പിടിച്ചത് 100 കോടിയിൽ താഴെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളെ അറസ്റ്റ് ചെയ്തത് നമ്മളാണ്. ഏറ്റവും കൂടുതൽ കേസെടുക്കുന്നത് നമ്മളാണ്. നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് അത്രയും ശക്തമാണ് എന്നതാണ്. ഇതിൻ്റെ ഉറവിടവും ഉത്ഭവവും കേരളത്തിലെ ഏജൻസികൾക്ക് മാത്രം കണ്ടെത്താൻ പറ്റുന്നത്. കാരണം ഇവിടെയല്ല. ഇപ്പം നമ്മൾ പക്ഷെ പരിശോധിച്ചിട്ടുണ്ട്. രാസലഹരി പ്രധാനമായിട്ടും വരുന്നത് ബാംഗ്ലൂർ, ഗോവ ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത്. നമുക്കിവിടെ തടയാനേ പറ്റൂ. അപ്പോൾ അതിനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. എക്സൈസ് ചെക്ക് പോസ്റ്റുകളിലെല്ലാം CCTV ക്യാമറ ലഭ്യമാക്കിയിട്ടുണ്ട്. ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടെത്തുക വളരെ എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഈ എക്സൈസ് ചെക്ക് പോസ്റ്റ് ഇല്ലാത്ത ചെക്ക് പോസ്റ്റുകൾ സ്ഥലങ്ങൾ, അതിർത്തികളിലെല്ലാം കെമു, കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്ട്രൈക്ക് ഫോഴ്സ് ഉണ്ട്, പോലീസിനുണ്ട്, എക്സൈസിനുണ്ട്. ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഗണ്യമായിട്ട് പിടിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആളെ പിടിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറിയത്. പിന്നെ പിടിക്കുക മാത്രമല്ല, ഇപ്പം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ടാണ് ക്രൈംബ്രാഞ്ച്, എക്സൈസ് ക്രൈംബ്രാഞ്ച് രൂപീകരിച്ചു. എക്സൈസിൻ്റെ കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, അതാണ് പറഞ്ഞത്.
ക്രൈംബ്രാഞ്ച് ഈ കാലയളവിലാണ് രൂപീകരിച്ചത്. ക്രൈംബ്രാഞ്ച് വന്നതിൻ്റെ ഗുണമുണ്ടായി. ക്രൈംബ്രാഞ്ച് വന്നപ്പോൾ നമ്മുടെ കൺവിക്ഷൻ റേറ്റ് ഗണ്യമായിട്ട് കൂട്ടാൻ കഴിഞ്ഞു. അപ്പോൾ ആളെ അറസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല, അറസ്റ്റ് ചെയ്യുന്നവരിൽ ഏതാണ്ട് മുഴുവൻ ആളുകളും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. 98.19% കൺവിക്ഷൻ റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്നതാണ്. നാഷണൽ ആവറേജ് 78. തൊട്ടടുത്ത സംസ്ഥാനങ്ങളുടെ നോക്കിയാൽ ആന്ധ്രയുടെ 25.6 തെലങ്കാനയുടെ 25.4 നമ്മുടെ 4-1 ഉള്ളൂ. പിന്നെ ഭേദപ്പെട്ടൊന്ന് തമിഴ്നാടാണ്. 82-87 മറ്റോ തമിഴ്നാടുണ്ട്. നമുക്ക് കാര്യക്ഷമമായിട്ടത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒന്ന്, ഈ രാസലഹരിയുടെ പ്രത്യേകത കണ്ടെത്തുക വളരെ ദുഷ്കരമാണ്. ചെറിയ അളവിലാണ് കൊണ്ടുവരിക, പ്രത്യേകിച്ച് മറ്റ് മണോ ഒന്നും ഇതിനില്ലാത്തതുകൊണ്ട്. പിന്നെ പുറത്തുനിന്ന് ഇത് വരുമ്പോൾ ഇവിടെ തടയാനേ നമുക്ക് പറ്റും. അതേസമയം നമ്മൾ പിടിച്ച കേസുകളിൽ അതിന്ന് കിട്ടിയ വിവരം പിന്തുടർന്ന് പോയിട്ട് ചില കേസുകളിലെങ്കിലും നമുക്ക് സ്രോതസ്സുകളിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കേരള എക്സൈസാണ് അൻഡമാൻ വരെ പോയത്. മഞ്ചേരിയിൽ നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയവരാണ്. അപ്പോൾ അതുവരെ അൻഡമാനിലെ ഏജൻസികൾക്ക് അങ്ങനെ ഒരു വിവരമേ ഉണ്ടായിരുന്നില്ല. അൻഡമാൻ ഒരു പ്രധാന ഹബ്ബാണ്. കഴിഞ്ഞ വർഷം 1-1.5 വർഷം മുമ്പാണ് പ്രത്യേക അനുമതി കൊടുത്തവർ വിമാനത്തിൽ പോകണമെങ്കിലൊക്കെ വലിയ നടപടിക്രമമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അനുമതി കൊടുത്തു. നമ്മുടെ സംഘം അവിടെ പോയി 100 കോടി രൂപയുടെ മയക്കുമരുന്ന് ബങ്കറിൽ ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്തി. പിന്നെ ബങ്കറിൽ നിന്ന് പുറത്തെടുക്കുക എളുപ്പമില്ലാതിരുന്നുകൊണ്ട് അതിനകത്ത് തന്നെ വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യമായിട്ടാണ് അവർ അൻഡമാൻ അതോറിറ്റീസ് പറഞ്ഞത് പുറത്തു നിന്നൊരു ഏജൻസി ഈ അന്വേഷണമായിട്ട് ഇങ്ങനെ ഒരു അന്വേഷണമായി വരുന്നതും ഇതുപോലെ ഒരു കണ്ടെത്തൽ നടത്തുന്നതും ചെയ്തത്. നമ്മുടെ എക്സൈസാണ് പോയത്. കേരള പോലീസാണ്, തൃശ്ശൂർ പോലീസാണ് ഈ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയി ഹൈദരാബാദിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ബില്യനെയറെ അറസ്റ്റ് ചെയ്തത്. വലിയ ഫാക്ടറിയാണ്, രാസലഹരി ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഫിലിം പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുള്ള, ഞാൻ ആ പേര് മറന്നുപോയി, ഒരു ബില്യനെയറെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ പോലീസ് ആണ് പോയിട്ട്. അതുപോലെ വളരെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു മയക്കുമരുന്ന് കടത്തുകാരനെ തമിഴ്നാട്ടിൽ വെച്ച് സാഹസികമായിട്ട് കേരള എക്സൈസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മറ്റൊരാളെ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ, നെയ്യാറ്റിൻകരക്കാരൻ ബ്രൂസ് ലീ എന്നാണ് പേര്, ആന്ധ്ര കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് നമ്മുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് കഴിയാവുന്നത്ര കേസുകളിൽ ഉറവിടം കണ്ടെത്താനൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മയക്കുമരുന്നിനെതിരായ പോരാട്ടം ഇന്ത്യയിലെ എല്ലാ ഏജൻസികളും ഏകോപിച്ച് നടത്തേണ്ടതാണ്. അതിൽ കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള ഒരു ഏകോപനം ഉറപ്പുവരുത്താനുള്ള നടപടിയാണ് എടുക്കേണ്ടത്. ഏറ്റവും കൂടുതലായിട്ട് വരുന്ന സബ്സ്റ്റൻസ് ഏതാണ്? MDMA ആണ്. പിന്നെ മെറ്റാബെത്തമിൻ. ഇതില് കേരളത്തിലെ ഈ നെറ്റ്വർക്കിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ട്? ഇത് സ്കൂൾസ് കേന്ദ്രീകരിച്ചിട്ടാണോ? പ്രധാനമായിട്ട് കൗമാരക്കാരെയാണല്ലോ ഒരു ലക്ഷ്യം വെക്കുന്നത്. സ്കൂളുകൾ ഇവരൊരു ടാർഗറ്റാണ്. ഇപ്പം നമ്മൾ സ്കൂൾ പരിസരങ്ങളിൽ എക്സൈസിൻ്റെ പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്കൂളുകളിലും ഉണ്ട്. പിന്നെ പോലീസിൻ്റെ പദ്ധതിയുണ്ട്, യോദ്ധാവ്. എക്സൈസിൻ്റെ പദ്ധതികൾ വേറെയുണ്ട്. കോളേജുകളിൽ നമ്മൾ നേർക്കൂട്ടം, അതുപോലെ ശ്രദ്ധ, ഹോസ്റ്റലിനും കോളേജിനും പ്രത്യേകം പദ്ധതികളുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രത്തോളം തടഞ്ഞു നിർത്താൻ കഴിയുന്നത്. നമ്മൾ കാണേണ്ട ഇപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും ഈ സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ കേരളം വരില്ല. ഏറ്റവും മുന്നിലല്ല കേരളം, ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ തന്നെയാണ് കേരളം ഉള്ളത്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ കാലത്തേതിനേക്കാൾ ഇവിടെ ഗണ്യമായിട്ട് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളതിൽ ആശ്വസിച്ചിരിക്കുകയല്ല. നമ്മളെക്കാൾ മുമ്പിൽ ഒരുപാട് പേരുണ്ട് എന്നതുകൊണ്ട് ആശ്വസിച്ചിരിക്കുകയല്ല. ഇവിടുത്തെ സ്ഥിതി നേരത്തെ ഉള്ളതിനേക്കാൾ കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ബ്രൂട്ടൽ ക്രൈംസ് നമുക്ക് വളരെ കൂടുതലുണ്ട്. കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ തന്നെ ചർച്ചയൊക്കെ വന്നതാണ്. അതെ, അതെങ്ങനെ അതിനൊരു സോഷ്യൽ ആസ്പെക്ട്? അല്ല, ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടല്ലോ. ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ഒന്നാമത് സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ അതൊരു മനോരോഗത്തിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. തുടർച്ചയായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗത്തിനടിമപ്പെട്ട ആളുകൾ, ലഹരിക്കടിമപ്പെട്ട ആളുകൾ മനോരോഗികൾ കൂടിയാണല്ലോ. ആ പ്രശ്നമൊക്കെ ഈ ക്രൈമിന് കാരണമാവുന്നുണ്ട്. ഒപ്പം എന്നാൽ ക്രൈമിൻ്റെ ഏക കാരണം ഇത് മാത്രമല്ല, അത് നമ്മൾ കാണണം. ഡ്രഗ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ക്രൈമും വയലൻസും ഒക്കെ ഉണ്ടാവുന്നു.
എന്നാൽ വയലൻസ് തന്നെ ഒരു ലഹരിയായിട്ട് മാറുന്നുണ്ട്. വയലൻസും ലഹരിയും ചേർന്ന കോമ്പിനേഷൻ വളരെ മാരകമാവും. ലഹരി പോലെ വയലൻസ് ഒരു ലഹരിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് സിനിമയ്ക്ക് റോളുണ്ട്, വെബ് സീരീസുകൾക്ക് റോളുണ്ട്, സോഷ്യൽ മീഡിയയ്ക്ക് റോളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടില്ലേ ബ്രൂട്ടലായിട്ടുള്ള ആക്രമണങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ കിട്ടുന്നു. ആളെ തലവെട്ടിക്കൊല്ലുന്നതിൻ്റെ കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റേ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കൂട്ടാക്രമണങ്ങളുടെയും ഒരു മനുഷ്യനെ നിരവധി ആളുകൾ ചേർന്ന് തല്ലിക്കൊല്ലുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇങ്ങനെ കയ്യിൽ വരികയല്ലേ. ചിലത് നമ്മൾ അറിയാൻ ഓൺ ചെയ്ത് പോയാലാണല്ലോ ഇതായി പോകുന്നത്. അപ്പോൾ ഇത് കണ്ട് മരവിച്ചിട്ട് ഇതൊരു പ്രശ്നമല്ലാതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അത്, പിന്നെ സിനിമകളിലൊക്കെ നടക്കുന്നതൊരു സെലിബ്രേഷൻ ഓഫ് വയലൻസ് എന്ന് നമുക്ക് പറയാം. നോർമലൈസ് ചെയ്യുന്നു. സെലിബ്രേഷനുണ്ട്, ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നുണ്ട്, വയലൻസിൻ്റെ ഗ്ലോറിഫിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അടിച്ചു തീർക്കാം, കൊന്നു തീർക്കാം എന്നൊരു മനോഭാവം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് കുട്ടികളുടെ ഇടയിൽ അതാണ് ഇപ്പോൾ കാണുന്നത്. ഒരു കാലത്ത് പറയുന്നത് ക്യാമ്പസ് രാഷ്ട്രീയമാണ് അക്രമത്തിൻ്റെ കാരണം. ഞങ്ങളെല്ലാം വിദ്യാർത്ഥി നേതാക്കളായിരുന്ന കാലത്ത് ഒരുപാട് പഴി കേട്ടതും മറുപടി പറഞ്ഞതുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ നിന്ന് പറഞ്ഞു, അന്ന് അക്രമങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഈ അക്രമങ്ങളെ ഒരു എന്താ പറയുക ഗ്ലോറിഫൈ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല, സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നില്ല. അക്രമങ്ങളെ തള്ളിപ്പറഞ്ഞിരുന്നു. ഏത് സംഘടനയ്ക്കും അതിനെ തള്ളിപ്പറയേണ്ടി വന്നിരുന്നു. ഈ അക്രമത്തിൽ ഏർപ്പെട്ടാൽ പോലും ഒന്നുകിൽ ഞങ്ങളുടെ ആളുകളല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കുന്നൊക്കെ പറയും. കാരണം അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഒരു സംഘടനയ്ക്ക് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കൊരു സംഘടനയോട് ചോദിക്കാം, നിങ്ങളുടെ ആൾക്കാരല്ലേ ഇത് ചെയ്തത്, നിങ്ങൾ അക്രമികളല്ലേ എന്നൊക്കെ അവരെ കുറ്റപ്പെടുത്താൻ അവർക്ക് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. ഇവിടെ ആരെ കുറ്റപ്പെടുത്തും, ആർക്കും മറുപടി പറയാൻ ബാധ്യതയുണ്ട്. ആൾക്കൂട്ടം തന്നെ അക്രമം നടത്തുകയല്ലേ. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനെതിരെ പ്രചരണം നടത്തുകയും എഴുതുകയും ചെയ്തവർക്ക് കൂടി ഇക്കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമുണ്ട്, പങ്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്തരവാദിത്തമുണ്ട്. അന്ന് ഞങ്ങളൊക്കെ ഇത് മുന്നറിയിപ്പ് നൽകിയതാണ്. വിദ്യാർത്ഥി സംഘടനകൾ ദുർബലമായാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് നൽകി ഞാൻ അനേകം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് സോജൻ ഫ്രാൻസിസ് കേസിലെ കോടതി വിധിയൊക്കെ വന്ന സമയത്ത് ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നത്. അതിപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ സംഭവിക്കുകയാണ്. റാഗിങ് എങ്ങനെയാണ് കേരളത്തിലെ കോളേജുകളിൽ റാഗിങ് ഇല്ലാതായത്? വിദ്യാർത്ഥി സംഘടനകൾ ശക്തിപ്പെട്ടപ്പോഴാണ്. പ്രത്യേകിച്ച് SFI പോലുള്ള സംഘടനകളൊക്കെ ശക്തിപ്പെട്ടപ്പോഴാണ് അതില്ലാതായത്. അപ്പം അന്ന് പ്രചരണം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്നു. ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ ശൂന്യതയാണ്. വിദ്യാർത്ഥി സംഘടനകൾക്ക് തന്നെ പലപ്പോഴും രാഷ്ട്രീയം ഇല്ലാതാവുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഇതിനെ നമ്മൾ ആ നിലയിൽ അതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള മാനം ഒക്കെ കണ്ട് മനഃശാസ്ത്രപരമായിട്ടൊരു വശമുണ്ട്. അങ്ങനെ സമഗ്രതയിൽ സമീപിക്കേണ്ട ഒരു പ്രശ്നമാണത്. അതുകൊണ്ട് കേവലം അക്രമം സമം ലഹരി എന്നൊരു സമവാക്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലഹരി ഇതൊക്കെ രോഗലക്ഷണങ്ങളാണ്. രോഗാതുരമായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ് ലഹരിയിൽ അഭയം പ്രാപിക്കുന്നു, അക്രമത്തെ മഹത്വവൽക്കരിക്കുന്നു, അക്രമത്തെ ആഘോഷമാക്കി മാറ്റുന്നു. ഇതെല്ലാം മറ്റൊന്നിൻ്റെ കാരണമല്ല. ഇതെല്ലാം രോഗലക്ഷണങ്ങളാണ്. സമൂഹം രോഗാതുരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. കോളേജ് ക്യാമ്പസുകൾ ഇപ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ സ്ട്രോങ് ആണ്. അവിടെ അവരുടെ കൺട്രോളിലുള്ള ക്യാമ്പസുകൾ വരാതിരിക്കാനുള്ള ഉത്തരവാദിത്വം എന്തുകൊണ്ട് ഈ താങ്കൾ പറഞ്ഞ പേരുള്ള സംഘടന തന്നെ ചെയ്യുന്നില്ല? നമ്മുടെ ചെയ്തിരുന്നു. ഞാൻ വിചാരിക്കുന്നതേ ഈ ക്യാമ്പസുകളുടെ വന്ന ഒരു അരാഷ്ട്രീയത, ആ അരാഷ്ട്രീയത വിദ്യാർത്ഥി സംഘടനകളെയും പിടികൂടുന്നുണ്ട്. സംഘടന ഉണ്ടാവും, പക്ഷേ ഓരോ സംഘടനയ്ക്ക് അതിൻ്റെ രാഷ്ട്രീയം ഉൾക്കൊള്ളാനും ഉയർത്തിപ്പിടിക്കാനും പറ്റുന്നുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമാണ്. ഒരു സെൽഫ് ക്രിറ്റിസിസം കൂടെയാണോ? SFI കൂടെ ഉൾപ്പെടുത്തിയാണോ ജീവിക്കുന്നത്? എല്ലാ സംഘടനകളും ആലോചിക്കേണ്ട കാര്യമാണ്. ഞാനത് പറയാൻ എനിക്ക് മടിയില്ല. ഞാൻ SFIയുടെ നേതാവായിരുന്ന ആളാണ്. അക്കാലത്ത് ഇത്തരം പ്രവണതകൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല. ഇപ്പോൾ പെട്ടെന്ന് വന്നൊരു കാര്യം എന്ന നിലയ്ക്കല്ല അതിനെ കാണേണ്ടത്. പക്ഷേ ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിനെതിരെ നടത്തിയ പ്രചരണങ്ങളുണ്ടല്ലോ, പിന്നെ പ്രചരണം കൊണ്ട് മാത്രം സംഭവിച്ചതല്ല, സമൂഹത്തിൽ വന്ന മാറ്റം ഒരുതരം ഈ എന്താ പറയുക പൊതുവിൽ കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ട് കൊണ്ട് ലോകത്താകെ വന്ന മാറ്റമുണ്ട്. അത് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ ഗൗരവമുള്ളൊരു കാര്യം ഇന്നത്തെ കാലത്ത് നമുക്ക് പറയാൻ പറ്റില്ല. അത് വേഗം ട്രോളായിട്ട് മാറും. അതുകൊണ്ടത് എങ്ങനെ പറയാമെന്നുള്ളതാണ്. കാരണം വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിലാണല്ലോ നമ്മൾ അഭിനയിച്ചത്. നമുക്ക് നിസ്സാര കാരണങ്ങൾ കണ്ടെത്തിയാൽ മതി. ഒരു 4 നൂറ്റാണ്ട് കൊണ്ടുണ്ടായിട്ടുള്ള മാറ്റം എന്ന് വെച്ചാൽ ലോകത്താകെ ഒരു റൈറ്റ് വാർഡ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. വലത്തോട്ടുള്ളൊരു വലിയ മാറ്റം. അത്
രാഷ്ട്രീയത്തിൽ, ജീവിതത്തോടുള്ള സമീപനത്തിൽ, പിന്നെ അപരവിദ്വേഷത്തിൽ ഒക്കെ നമുക്ക് അതാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഉൽപ്പന്നമാണ് ഇതെല്ലാം. ഈ വലത്തോട്ടുള്ളൊരു മാറ്റത്തിന് സാമൂഹിക പ്രതിബദ്ധത, സാമൂഹിക മാറ്റത്തെക്കുറിച്ചുള്ള സങ്കല്പം, പുതിയൊരു ലോകത്തെക്കുറിച്ച്, സാമൂഹിക നീതി, സമത്വം, ഇതിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള വീക്ഷണം, അതൊക്കെ ദുർബലമായിട്ടുണ്ട്. അപ്പോൾ വ്യക്തിവാദം ഒരു ഭാഗത്ത്, കരിയറിസം വേറൊരു ഭാഗത്ത് ഒക്കെ വളർന്നു വരുന്നു. ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനുള്ളതാണ് എന്ന ഒരു വളരെ ലളിതവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാടിനാണ്, ജീവിത വീക്ഷണത്തിനാണെന്ന് മേൽക്കൈ. അതൊക്കെയാണ് അരാഷ്ട്രീയത എന്ന് പറയുന്നത്. അല്ലാണ്ട് സംഘടന ഇല്ലാതെ വന്നതിൻ്റെ മാത്രമല്ല. സംഘടനയുണ്ട്, സംഘടനകളുണ്ട്. പക്ഷേ ഈ ഒരു ആശയപരമായിട്ടുള്ള ഉള്ളടക്കവും പ്രത്യയശാസ്ത്രപരമായ ദിശാബോധവും ഒന്നും ഇന്ന് ക്യാമ്പസുകൾക്കില്ലാതായി. അതിൻ്റെ കാരണം ക്യാമ്പസിൻ്റെ മാത്രം പ്രശ്നമല്ല, മാറിയ കാലത്തിൻ്റെതാണ്. ഇപ്പോൾ 70കളിലെ ലോകമല്ല ഇന്ന്. 70കളിലാണ് ഈ ലോകമാകെ വിദ്യാർത്ഥി മുന്നേറ്റങ്ങളും ഒക്കെ ഉണ്ടായത്. ലോകത്താകെ വിമോചന സമരങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു കാലം. അതിൻ്റെ വിയറ്റ്നാം യുദ്ധത്തിനെതിരെ ഉള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായത് ഞാൻ ONV പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ SFI ആകുമ്പോൾ ഈ അലിൻ്റെ വധിച്ചപ്പോൾ ഒരാഹ്വാനത്തിനും കാത്തു നിൽക്കാതെ കൊല്ലം SM കോളേജിലെ കുട്ടികൾ തെരുവിലിറങ്ങി പ്രകടനം നടത്തി എന്ന് ONV പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹം അവിടെ പഠിപ്പിക്കാൻ പറ്റുമായിരുന്നു എന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ പ്രസ്താവന കണ്ടിട്ടല്ല, അലിൻ്റെ വധിക്കപ്പെട്ടു, CIA ആണ് വധിച്ചത് എന്ന് വാർത്ത ആകാശവാണിയിലോ മറ്റോ കേട്ടു. ഇന്നത്തെ പോലെ ടെലിവിഷൻ ചാനലില്ല, ഇൻ്റർനെറ്റില്ല, വാട്സാപ്പിൽ അപ്പോൾ തത്സമയം വിവരം കിട്ടില്ല. ആകാശവാണിയിൽ വാർത്ത കേട്ടു, ഉടൻ പ്രതിഷേധവുമായിട്ട് ഇറങ്ങി. കൊല്ലം നഗരത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രതിഷേധം വന്നത് SM കോളേജിലെ കുട്ടികളുടേതായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ വേറൊരറ്റത്തുള്ള, ഭൂമിയുടെ വേറൊരറ്റത്തുള്ള ഒരു സാമ്രാജ്യത്വത്തിനെതിരെ നിന്നൊരു നേതാവ് വധിക്കപ്പെട്ടപ്പോൾ അതിനെ പ്രതിഷേധിക്കാൻ ഏതെങ്കിലും പ്രസ്താവന വരേണ്ട കാര്യമില്ല. അപ്പോൾ തന്നെ ഇറങ്ങുകയാണ്, സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാവുകയാണ്. ഞങ്ങളൊക്കെ കോളേജിൽ ചെന്ന കാലത്താണ് മണ്ടേലയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പയിൻ നടത്തിയത്. ആയിരക്കണക്കിന് കുട്ടികൾ പങ്കെടുത്തിട്ട് റിലീസ് മണ്ടേല ക്യാമ്പയിൻ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ ചോർച്ച എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയണത്. അതെ, ലോകത്തെവിടെയുമുള്ള ചൂഷിതരായിട്ടുള്ള മനുഷ്യരുടെ പോരാട്ടങ്ങളോട് ഐക്യപ്പെടുന്ന, നീതിക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങളോട് സ്വമേധയാ ഐക്യപ്പെടുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ അഭാവമുണ്ട്. അത് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നെ കുട്ടികളുടെ മുമ്പിലുള്ള ഈ ഊർജ്ജമുണ്ടല്ലോ, കൗമാരത്തിൻ്റെയും യുവത്വത്തിൻ്റെയൊക്കെ ഊർജ്ജമില്ലേ, അതിന്ന് ഇങ്ങനെയുള്ള വഴികളിലേക്കാണ് പോകുന്നത്. അതിനെ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേ നേരിടാൻ പറ്റുമെന്നാണ് എൻ്റെ പോയിൻ്റ്. അതാണ്, രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടേ ഇതിനെ നേരിടാൻ പറ്റൂ. CPM-ന്റെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. എല്ലായിടത്തും വാർത്തകളിൽ നിറഞ്ഞു എന്നത് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. താങ്കൾ എക്സ്പെക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ പത്രങ്ങളിലും ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ പാർട്ടി സർക്കിൾസിലും പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉറപ്പായും വരുന്ന ആദ്യ പേരുകാരൻ MP രാജേഷ് ആയിരിക്കുമെന്നാണ്. പക്ഷെ അത് സംഭവിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും അത്? താങ്കൾ സംസ്ഥാന സമിതി അംഗമാണ്, പാർട്ടിയുടെ നേതാവാണ്. എന്തുകൊണ്ടാണ് MP രാജേഷ് എന്ന നേതാവ് സെക്രട്ടേറിയറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന ആളാണ്? പത്രങ്ങൾ ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് പറയുന്ന പല കാര്യവും ശരിയല്ലെന്നുള്ളതിന് നിലവിലുള്ള തെളിവ് വേണം. പത്രങ്ങൾ മാത്രമാണോ പറഞ്ഞത്? പാർട്ടിക്കാരും പറയുന്നുണ്ടായിരുന്നു. അല്ല, ഇതിലെ ഈ ചോദ്യം കഴിഞ്ഞ ദിവസം ഡൽഹി ചെന്നപ്പോഴും എന്നോട് ചോദിച്ചതുകൊണ്ട് എനിക്കിതിലിപ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടോ പ്രയാസമൊന്നുമില്ല. പാർട്ടി ഓരോ കാലത്തും വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ എന്നെ വ്യക്തിപരമായിട്ട് നോക്കി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നെ ഒന്നല്ല, ഓരോ കാഡർക്കും അതാത് കാലത്ത് പാർട്ടി തീരുമാനിക്കുന്ന അനുയോജ്യമായിട്ടുള്ള ചുമതലകൾ നിശ്ചയിച്ചു കൊടുക്കും. ആ ചുമതലയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ ഞാൻ 18ാമത്തെ വയസ്സ് കോളേജ് പഠിക്കുമ്പോൾ പാർട്ടി മെമ്പറായതാണ്. അതൊരു വലിയ അഭിമാന നിമിഷമായിരുന്നു, പാർട്ടി മെമ്പർഷിപ്പ് കിട്ടുക എന്ന്. ഒരു കൊല്ലം കാൻഡിഡേറ്റ് മെമ്പറായി വർക്ക് ചെയ്ത് അവസാനം പാർട്ടി മെമ്പർഷിപ്പ് ഫോറം പ്രതിജ്ഞ ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഒരു മെമ്പർഷിപ്പിൽ വന്നു എന്നൊരു അഭിമാനബോധമായിരുന്നു. അപ്പം അന്ന് വിദ്യാർത്ഥി സംഘങ്ങൾക്കിടയിൽ പാർട്ടി കെട്ടിപ്പടുക്കാനാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. ചുമതല ഏൽപ്പിക്കുമല്ലോ. അപ്പോൾ ഈ സഖാവിൻ്റെ ചുമതല കുട്ടികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ പാർട്ടി ഉണ്ടാക്കുക.
SFIയിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ SFI മുഴുവൻ പാർട്ടിയല്ല, പാർട്ടിയുടെ സംഘടനയുമല്ല. ചിലരങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പക്ഷേ SFIയിൽ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിദ്യാർത്ഥികൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിയുടെ അനുമതിയും തീരുമാനവും ഇല്ലാതെ അത് കഴിയില്ല. കാരണം പാർട്ടി മെമ്പർ ഏത് ചുമതല എടുക്കണമെന്നത് പാർട്ടിയാണ് തീരുമാനിക്കുക. ഇപ്പോൾ SFI ആണ് സംസ്ഥാന സെക്രട്ടറി ആവണമെന്ന് ഞാൻ സെക്രട്ടറി ആവണമെന്ന് തീരുമാനിക്കുന്നത്. അതിന് പാർട്ടിയുടെ അനുമതി വേണം. പാർട്ടിയുടെ അനുമതിയോട് കൂടിയിട്ടാണ് ആ ചുമതല ഞാൻ നിറവേറ്റിയത്. പഠനം കഴിഞ്ഞപ്പോൾ പാർട്ടി എനിക്ക് നിശ്ചയിച്ചത് യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ചുമതലയാണ്. ഇപ്പോൾ DYFI എന്ന സംഘടനയിൽ പ്രവർത്തിച്ചു. അതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും അഖിലേന്ത്യാ പ്രസിഡൻറ്റുമായിട്ട് പ്രവർത്തിക്കാൻ DYFI തീരുമാനിക്കുമ്പോൾ അതിന് പാർട്ടിയുടെ അനുമതി വേണം. അല്ലെങ്കിൽ DYFI തീരുമാനം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ആ ചുമതല, പ്രധാനപ്പെട്ട ചുമതലയിൽ പ്രവർത്തിച്ചത്. അതിനിടയിൽ തന്നെ പാർലമെൻറ്റിലേക്ക് നിയോഗിച്ചു. പാർലമെൻ്ററി പ്രവർത്തനം എന്ന ചുമതലയിലേക്ക് ഏൽപ്പിച്ചു. 10 വർഷം MP ആയിട്ട് ആ ചുമതലയും പാർട്ടി ഏൽപ്പിച്ച ചുമതല എന്ന ഗൗരവത്തോടെ ഉത്തരവാദിത്വത്തോടെ നന്നായി അധ്വാനിച്ച് തന്നെ അത് നിറവേറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി നിയോഗിച്ചു. ഇനി പാർലമെൻ്റല്ല, ഇവിടെയാണ് മത്സരിക്കേണ്ടത്. നിയമസഭയിലേക്ക് ജയിച്ചപ്പോൾ സ്പീക്കറാവാൻ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ആ ചുമതലയും നിറവേറ്റി. അത് കഴിഞ്ഞു മറ്റൊരു സന്ദർഭം വന്നു, ഇനി രാജിവെക്കണം, മന്ത്രിയുടെ ചുമതല എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കാലത്തും പാർട്ടി അനുയോജ്യമായ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ രീതി. താങ്കൾ വളരെ ക്ലവറായിട്ട് അതിന്റെ ഉത്തരം ഒഴികെയുള്ള എല്ലാം പറഞ്ഞു. ഇവിടെ ഞാൻ ചോദിക്കുന്നത് MP രാജേഷ് കൂടെ ഉൾപ്പെട്ട സംസ്ഥാന സമിതിയും സംസ്ഥാന സമ്മേളനവും MP രാജേഷ് എന്ന നേതാവിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കണ്ട എന്ന് തീരുമാനിച്ചു. അതിനെന്തെങ്കിലും സ്പെസിഫിക് ആയ ഒരു ഞാൻ കാരണം? പറഞ്ഞത് ഈ ചുമതലകളെല്ലാം പാർട്ടി എനിക്ക് തീരുമാനിച്ചു. അനുയോജ്യമായ സന്ദർഭങ്ങളിൽ അനുയോജ്യമായ ചുമതലകൾ നിശ്ചയിക്കും. അത് മാധ്യമങ്ങൾ പ്രതീക്ഷിക്കുന്ന ചുമതലയാവണമെന്നില്ല എന്ന് മാത്രം. അത്രയേ അതിൽ പ്രശ്നമുള്ളൂ. ഒറ്റ പ്രശ്നമേ അതിലുള്ളൂ. പാർട്ടി എനിക്ക് ധാരാളം ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ചുമതല എപ്പോഴും മാധ്യമങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്നതാവണമെന്നില്ല. ഞാൻ ആ ചോദ്യം ഒന്ന് clarify ചെയ്യണം. അതായത് നിങ്ങളുടെ പ്രവചനവും പാർട്ടിയുടെ ഏൽപ്പിക്കുന്ന ചുമതലയും തമ്മിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചുമതലകൾക്ക് എന്നെ ഒരു കാലത്തും പാർട്ടി ഒഴിവാക്കിയിട്ടില്ലല്ലോ. മാത്രമല്ല ഒരുപക്ഷെ എന്നെ പോലെ പരിഗണിച്ച ആൾക്കാർ വരണ്ടാവില്ല. അതല്ല എന്റെ ചോദ്യം ഇത്രയാണ്. അതായത് CPM-ന്റെ നേതാക്കൾ എപ്പോഴും പറയുന്നതാണ് പാർട്ടി തീരുമാനിച്ചു. ആരാണ് പാർട്ടി? താങ്കൾ ഉൾപ്പെടുന്ന ലീഡർഷിപ്പാണ് പാർട്ടി ആണല്ലോ. ആ ഞങ്ങളെല്ലാം കൂടി തന്നെ തീരുമാനിക്കാം, എല്ലാവരും കൂടെ. അപ്പോൾ ആ ലീഡർഷിപ്പിന്റെ തീരുമാനമാണ് താങ്കളെ അല്ലാതെ മറ്റു ചിലരെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത്. ഇതിനൊരു ക്രൈറ്റീരിയ വേണ്ടി. കാരണം കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം, മൈ പോയിന്റ് ഈസ്, കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തപ്പോൾ താങ്കളെക്കാൾ റിലേറ്റീവ്ലി പാർട്ടിയിൽ ജൂനിയറായ 4 പേർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി. ആ സമയത്ത് താങ്കൾ സ്പീക്കർ ആയിരുന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും സെക്രട്ടേറിയറ്റിലേക്ക് വന്നില്ല. അപ്പോൾ സ്വാഭാവിക നീതി അനുസരിച്ചും സീനിയോറിറ്റി കൊണ്ടും പെർഫോമൻസ് കൊണ്ടും താങ്കൾ ഒബ്വിയസ്ലി ഡിസർവ് ചെയ്യുന്ന ഒരു പൊസിഷനിലേക്ക് എന്തുകൊണ്ട് വന്നില്ല എന്നാണ്. അതെ, ഈ സർക്കാർ സർവീസിലെ പ്രൊമോഷൻ പോലെയല്ല പാർട്ടിയിലെ പ്രൊമോഷൻ. അതായത് ഈ മറ്റേ സീനിയോറിറ്റി, അത് കൃത്യമായിട്ട് സീനിയോറിറ്റി പാലിച്ചിരിക്കണമല്ലോ സർക്കാർ സർവീസിൽ. അങ്ങനെയല്ല. എത്രയോ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഉള്ളപ്പോഴല്ലേ വളരെ ജൂനിയറായ ഞാൻ സ്പീക്കർ മന്ത്രിയായത് അല്ലേ? അതാണ് പാർട്ടിയിലെ പ്രൊമോഷൻ സർക്കാർ സർവീസിലെ പ്രൊമോഷൻ പോലെയാണെന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടുന്നവർക്കുള്ളത് ഒരു അറിയിപ്പുകൂടെയായിരുന്നു. അല്ല, ഞാൻ ഇത് ആർക്കെങ്കിലും ഉള്ള മറുപടിയായിട്ട് പറയുന്നതല്ല. ഞാൻ എൻ്റെ ഉത്തമ ബോധ്യത്തിൽ നിന്നുള്ള കാര്യം പറയുന്നതാണ്. അതാ ഞാൻ പറഞ്ഞു, 18ാമത്തെ വയസ്സിൽ പാർട്ടി മെമ്പറായപ്പോൾ ഒരു അഭിമാനത്തോടെയാണ് ആയത്. പാർട്ടിയിൽ പരിപൂർണമായിട്ടും പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ പാർട്ടിയോടുള്ള കൂറോടുകൂടി നിറവേറ്റുക. പാർട്ടിയോടുള്ള കൂറെന്ന് പറഞ്ഞാൽ എന്തിനോ ജനങ്ങളോടുള്ള കൂറാണ്, രണ്ടല്ല. പിന്നെ പാർട്ടി പ്രവർത്തിക്കാൻ ഓരോ പാർട്ടി മെമ്പർ, അതായത് നേരത്തെ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തീരുമാനിച്ചത്, പാർട്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ പറ്റില്ല. അപ്പോൾ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, എനിക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റില്ല, പാർട്ടി തരണ്ടെന്ന് വെച്ചാൽ മതി. പാർട്ടി ചേരുകയും വേണം മദ്യപിക്കുകയും വേണം എന്നുള്ള പറ്റില്ല എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് പാർട്ടിക്ക് പുറത്തുള്ള ആൾക്കാരും കുടിക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ താങ്കളുടെ കാര്യത്തിൽ മാത്രം എന്താ അങ്ങനെ സംഭവിക്കുന്നത്? കാരണം 2ാം പിണറായി ഗവൺമെന്റ് വന്ന സമയത്ത് അപ്രതീക്ഷിതമായി, ഒരുപക്ഷെ മീഡിയ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായിട്ട് മറ്റു പല യുവ നേതാക്കളും
മന്ത്രിമാരായപ്പോൾ വളരെ സീനിയറായ നേതാക്കളെയൊക്കെ മാറ്റിയിട്ട് സ്പീക്കറായി താങ്കളെ മാറ്റുന്നു. സ്വാഭാവികമായിട്ട് താങ്കൾ മന്ത്രിയാകുമെന്നായിരുന്നു പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പാർട്ടിക്കകത്തും ഒക്കെ അത് സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് താങ്കൾ മന്ത്രിയാകുന്നു, സംസ്ഥാന സമ്മേളനം വരുന്നു. താങ്കൾ ഉറപ്പായും സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ച സമയത്ത് താങ്കളുടെ മന്ത്രിസഭയിലെ ബാക്കി CPM-ലെ മുതിർന്ന നേതാക്കളൊക്കെ രണ്ടുപേരൊഴികെയുള്ള എല്ലാവരും സെക്രട്ടേറിയറ്റിലുണ്ട്. പക്ഷെ താങ്കൾ സെക്രട്ടേറിയറ്റിൽ വരുന്നില്ല. താങ്കളുടെ കാര്യത്തിൽ മാത്രം എന്താ അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, തിരിച്ചു ആലോചിക്കാം. എൻ്റെ കാര്യത്തിൽ മാത്രം എന്താണ്, 2 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു, 3-ാം തവണ പരാജയപ്പെട്ടു, തൊട്ടടുത്ത പിന്നാലെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് അല്ല, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലല്ലോ, വീണ്ടും. അതൊക്കെ സാധാരണഗതി ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ 2 തവണയാണ് സാധാരണ മത്സരിപ്പിക്കുക. പാർട്ടി 3-ാമതൊരു തവണ ഞങ്ങളെ 3 പേരെയും മത്സരിപ്പിച്ചു. ബിജുവും സമ്പത്തും അടക്കമുള്ള ഞങ്ങൾ 3 പേരെയും മത്സരിപ്പിച്ചു. അത് കഴിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും മത്സരിപ്പിച്ചു. അപ്പോൾ ഓരോ സന്ദർഭത്തിലും തീരുമാനമെടുക്കുന്നത് അപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ചും ആവശ്യങ്ങൾ മുൻനിർത്തിയിട്ടുമാണ്. അതാണ് അത് ജഡ്ജ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്ക് പറ്റുന്ന പെശക് കൊണ്ടാണ് ചില പ്രവചനങ്ങൾ തെറ്റിപ്പോകുന്നത്. അപ്പോഴത്തെ സാഹചര്യം, അപ്പോഴത്തെ പാർട്ടിയുടെ മുമ്പിലുള്ള ആവശ്യം, പാർട്ടിയുടെ താല്പര്യം മുൻനിർത്തിയാണ് ചെയ്യുക. പാർട്ടിയുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങളെല്ലാവരും പ്രവർത്തിക്കുന്നത്. ലോക്കൽ ബോഡി പോളിസി വരുന്ന പിന്നെ അടുത്ത കൊല്ലം അസംബ്ലി, ഇങ്ങനെയാണ് ഒരു രാഷ്ട്രീയ അന്തരീക്ഷം. രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വളരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രകടമായിട്ടുള്ള മാറ്റം, ഇപ്പോൾ മാറ്റം വളരെ പ്രകടമാണല്ലോ, എല്ലാവർക്കും ദൃശ്യമാണത്. ഇപ്പോൾ LDF-ന് മേൽക്കൈയുള്ളൊരു രാഷ്ട്രീയ അന്തരീക്ഷമാണുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം, ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ദേശീയ രാഷ്ട്രീയ സ്ഥിതി നോക്കുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് BJPക്കുള്ളൊരു ബദലാവാൻ കഴിയാതിരിക്കുക കോൺഗ്രസ്സിന് എന്ന് ഇപ്പോൾ ആളുകൾക്ക് ബോധ്യം വന്നു. ഹരിയാന തെരഞ്ഞെടുപ്പ്, ഡൽഹി തെരഞ്ഞെടുപ്പ്, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം എന്താണ് കോൺഗ്രസ് എന്ന് ആളുകളുടെ മുമ്പിൽ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ സഖ്യം എന്ന ഒരു സഖ്യം, എന്നാൽ ഇന്ത്യ ബ്ലോക്ക്, സഖ്യം എന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കില്ല, ബ്ലോക്ക് BJPക്കെതിരെ വിശാല വേദി രൂപപ്പെട്ടു. അത്തരമൊരു അവസരത്തെ എങ്ങനെയാണ് കോൺഗ്രസ് സ്വയം നശിപ്പിക്കുന്നത് എന്ന് ജനം ഇപ്പോൾ തിരിച്ചറിയാം. ജനങ്ങളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണല്ലോ. ഡൽഹി തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ ഇന്ത്യ ബ്ലോക്കിൽപ്പെട്ട കക്ഷികൾ തന്നെ കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്ന സ്ഥിതി ഉണ്ടായി. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ താൻ പ്രമാണിത്വം, അതുപോലെ മേധാവിത്വ മനോഭാവം, മറ്റ് മതനിരപേക്ഷ പാർട്ടികളോടൊക്കെയുള്ള ശത്രുതാപരമായ സമീപനം, ഇതൊക്കെ എല്ലാ പരിധിയും ലംഘിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ്സിന് BJPക്കെതിരായിട്ടുള്ളൊരു മതനിരപേക്ഷ ഐക്യത്തെ യോജിപ്പോടുകൂടി നയിക്കാൻ കഴിയില്ല എന്ന് വന്നിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, BJPയിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമായ നയങ്ങൾ കോൺഗ്രസ്സിനില്ല എന്നുള്ളതാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ. ഇനി കേരളത്തിലെ കാര്യം വന്നാൽ, കടുത്ത ശത്രുതാപരമായ അന്തരീക്ഷത്തിൽ കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധി എല്ലാം ഉണ്ടായിട്ടും മറ്റൊരു സംസ്ഥാന ഗവൺമെൻറ്റിനും സാധിക്കാത്ത തരത്തിൽ മികവുറ്റ പ്രവർത്തനം കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്നു എന്ന ഒരു തിരിച്ചറിവ് ആളുകളിൽ ഉണ്ടാകാൻ ഇടയാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ പ്രവർത്തനം ആരും വിലയിരുത്തിയിട്ടില്ല, ദേശീയ രാഷ്ട്രീയം മാത്രമാണ് പരിഗണിച്ചത്. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെട്ടു. അവർ വിശ്വാസ്യതയില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ എത്ര കൂടുതൽ ഉന്നയിച്ചു അത്രയും ഗവൺമെൻറ്റിന് ഗുണമായിട്ട് മാറി. പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നു. ഏറ്റവും ഒടുവിൽ ഡിസ്റ്റിലറി ഏതാണ് കാണിക്കുന്നത്? അതിന് തൊട്ടു മുമ്പ് വാളയാറും ഒന്നാം തരം ഉദാഹരണമായിരുന്നല്ലോ. വാളയാർ അമ്മ കേരളത്തിലെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാടുന്ന അമ്മമാരുടെ പ്രതീകമായിട്ടല്ലേ അവതരിപ്പിച്ചത്. ഞാനതിന് വ്യക്തിപരമായിട്ട് ഇരയാക്കപ്പെട്ട ഒരാൾ കൂടിയാണ്. മുഖ്യമന്ത്രിക്കെതിരെയല്ലേ ഇവരെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയത്. പ്രതിപക്ഷവും കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും ആകെ കൊണ്ടു നടന്ന അതാണ്. ഇപ്പോൾ CBIയുടെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. CBI പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇവരെ ആഘോഷിച്ചവർക്ക്, മഹത്വവൽക്കരിച്ചവർക്ക് ഉത്തരവാദിത്തമില്ലേ? അതിനെ മുൻനിർത്തി, അതെന്തിനു വേണ്ടി ചെയ്തതാ? അവരോടുള്ള സ്നേഹം കൊണ്ടല്ല, ഗവൺമെൻറ്റിനെ, ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഇതുപോലുള്ള ആളുകളെ പോലും
രാഷ്ട്രീയ ലക്ഷ്യത്തിന് ഗവൺമെൻറ്റിനെതിരാണ് ആക്കാൻ പറ്റുമെങ്കിൽ അവരെ ഉപയോഗിക്കും. ഇങ്ങനെയാണ് കൊണ്ടുവരുന്ന ആരോപണങ്ങളുടെ എല്ലാം സ്ഥിതി എന്ന് ജനം തിരിച്ചറിയല്ലേ. അതുകൊണ്ടല്ലേ ഇവരാരും മിണ്ടിയില്ലല്ലോ. എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായി നിങ്ങൾ ഓർത്ത് നോക്കും. കൈതോലപ്പായ, ബിരിയാണി ചെമ്പ്, പിന്നെ ഡിസ്റ്റിലറി, ബാർ കോഴ, ഓർക്കുന്നില്ലേ? ഓരോന്നിൻ്റെയും പരിണാമഗുപ്തി എന്തായിരുന്നു? കൈതോലപ്പായ എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ പ്രൈം ടൈമിൽ എത്ര ദിവസം ചർച്ച ചെയ്തു. അവസാനം ആരോപണം ഉന്നയിച്ച ആളെ വിളിച്ചപ്പോൾ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ലേ? അതായിരുന്നില്ല ഒരു അനുഭവം. ബാർ കോഴ 48 മണിക്കൂർ നിലനിന്നു. 48 മണിക്കൂർ. ഡിസ്റ്റിലറി 48 മണിക്കൂർ ആയുസ്സുണ്ടായോ ആ ആരോപണങ്ങൾക്ക്? അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്തും പറയുന്നവരാണ് എന്നും പ്രതിപക്ഷം അങ്ങേയറ്റം ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നും ആളുകൾ തിരിച്ചറിഞ്ഞു. ഇതൊക്കെയാണ് കാരണം. ഇപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തന മികവ്, പ്രതിപക്ഷത്തിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് ബദൽ അല്ല കോൺഗ്രസ് എന്നത് ഈ കഴിഞ്ഞ ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിക്കപ്പെട്ടത്. ഇതെല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ ആകെ മാറ്റിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഇപ്പോൾ മൂന്നാം LDF സർക്കാർ അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ ഞങ്ങളിപ്പോൾ ആകെ അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയല്ല, പക്ഷെ അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മൂന്നാം LDF സർക്കാരാണോ മൂന്നാം പിണറായി സർക്കാരാണോ? ഞങ്ങൾ സാധാരണ ഈ നേരത്തെ പ്രഖ്യാപിക്കാറില്ലല്ലോ. അത് ഇടതുപക്ഷം ഒരു കാലത്തും ചെയ്യാറില്ലല്ലോ. ഈ കേരള CPM ഇപ്പം മുഖ്യമന്ത്രി രണ്ട് സർക്കാരിൻ്റെയും നയിക്കുന്നത് സഖാവ് പിണറായി വിജയനാണല്ലോ. അപ്പം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ മികവിൽ ആണല്ലോ മൂന്നാം സർക്കാരിനുള്ള ഏറ്റവും വലിയ മൂലധനം എന്ന് പറയുന്നത്. പിണറായി തന്നെ തുടരണമെന്നാണ് അങ്ങയുടെ അല്ല, എൻ്റെ അഭിപ്രായം ഞാൻ പാർട്ടിയിലാണ് പറയുക. നേരത്തെ ഇലക്ഷന്റെ മറുപടി പറഞ്ഞപ്പോൾ താങ്കൾ ഈ ആവർത്തിച്ച് കേരളത്തിലെ മാധ്യമങ്ങളും വലതുപക്ഷവും എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് ഇടതുപക്ഷത്തെ മിക്കവാറും നേതാക്കളുടെ ഒരു സ്ഥിരം ശൈലിയുമാണ്. കേരളത്തിലെ മാധ്യമങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കേരളത്തിലെ CPM നേതാക്കൾക്ക് എപ്പോഴും മനസ്സിലാഞ്ഞിട്ടാണോ ഈ മാധ്യമങ്ങൾ ഞാൻ തിരിച്ചു പറയും, ഞങ്ങളുടെ ശൈലിയല്ല, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും ശൈലിയാണത്. ആ ശൈലി ഞങ്ങളുടെ മേലിൽ ആരോപിക്കരുത്. കാരണം കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുപോലെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മാധ്യമങ്ങൾ മൈനസ് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ 0. കേരളത്തിലെ മാധ്യമങ്ങളെ പ്രതിപക്ഷത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ വളരെ ശുഷ്കമാണെന്ന് പറയാം, വളരെ ശുഷ്കമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശൈലി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നത് രാഷ്ട്രീയത്തിനതീതമായിട്ട് ഇടതുപക്ഷത്തിനെതിരെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ശൈലി കേരളത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളും പ്രതിപക്ഷവും സ്വീകരിക്കുന്നതെന്നാണ്. അപ്പോൾ ആ ശൈലിയെ നമുക്ക് തുറന്നു കാണിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉള്ളടക്കം മാധ്യമ വിമർശനമാണ്. അതില്ലാതെ ഇന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം അസാധ്യമാണ്. അല്ല, മാധ്യമങ്ങളെ വളരെ ഹോസ്റ്റൈൽ ആക്രമിക്കാറില്ല, തുറന്നു കാണിക്കാറില്ല. അല്ലല്ല, അത് ചെയ്യുന്നത് ദാറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. ഞാൻ ചോദിക്കുന്നത് ഇടതുപക്ഷത്തെ പല നേതാക്കളും വളരെ ഹോസ്റ്റൈൽ ആയിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. അതൊരു ഒരു ശരിയായ അത് പാർട്ടി തന്നെ തിരുത്തിയില്ലോ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ തിരുത്തി. ഞാൻ പറഞ്ഞത്, ഞങ്ങൾ സാധാരണഗതിയിൽ മാധ്യമങ്ങളോട് ഒരു ശത്രുതാപരമായ സമീപനം പുലർത്താറില്ല, വിമർശിക്കാറുണ്ട്. പിന്നെ വിമർശനം വ്യക്തികളുടെ ചില രീതി അനുസരിച്ച് ചിലപ്പോൾ കടുപ്പം കൂടി പോയിട്ടൊക്കെ ഉണ്ടാവാം. പക്ഷെ പാർട്ടി എന്ന നിലയിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ഇടതുപക്ഷം എന്ന നിലയിൽ നോക്കിയാൽ, മാധ്യമങ്ങളെ ഞങ്ങൾ നിരന്തരം വിമർശിക്കാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അത് വ്യക്തിപരമായ വിമർശനമേ അല്ല. അതെന്തുകൊണ്ടാണ്? ഞങ്ങളുടെ ഒന്നാമത്തെ രാഷ്ട്രീയ ചുമതല മാധ്യമങ്ങളെ തുറന്നു കാണിക്കുക എന്നുള്ളത്. അത് ഞങ്ങൾ പരാജയപ്പെട്ടാൽ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നോട് കഴിഞ്ഞ ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചു, ഈ മാധ്യമ വിമർശനം ഇങ്ങനെ നടത്തുന്നതിനെ പറ്റി. ഞാൻ പറഞ്ഞു, അത് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് നല്ലതെന്ന് പറഞ്ഞു. കാരണം അത് ഞങ്ങളുടെ രാഷ്ട്രീയ ചുമതല എന്ന നിലയ്ക്ക് നിർവഹിക്കുന്നതാണ്. അല്ല വേറൊന്നും മാധ്യമങ്ങൾ
ശക്തമായ മാധ്യമങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശക്തമായ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാവണം. നിർഭാഗ്യവശാൽ ഇപ്പോൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള മാധ്യമങ്ങളില്ല. മാധ്യമങ്ങൾ വിമർശിക്കുകയും ചെയ്യണം, ഞങ്ങളെ എല്ലാവരെയും വിമർശിക്കണം. പക്ഷേ വിമർശനമല്ല ഇപ്പം ഉണ്ടാകുന്നത്, പ്രൊപ്പഗാൻഡയാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഇത് തിരിച്ചും അങ്ങനെയല്ലേ, മാധ്യമങ്ങളുടെ ജോലി തന്നെ ഗവൺമെന്റിനെ എക്സ്പോസ് ചെയ്യുക, ഗവൺമെന്റ് തുറന്നു കാണിക്കുകയാണ്. പക്ഷേ എല്ലാ നാളും ഈവൻ ഇടതുപക്ഷം പ്രൊപ്പഗാൻഡയുടെ ആവാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഈവൻ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്നപ്പോഴും മാധ്യമങ്ങൾ ഗവൺമെന്റിനെ ആക്രമിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഗവൺമെന്റിലെത്തുമ്പോൾ എനിക്കതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ധാരാളം പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട് രണ്ട് കാലത്തുള്ള സമീപനം എങ്ങനെയായിരുന്നു എന്ന്. ഇപ്പം അത് അതിനുള്ള സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം, ഒറ്റ ഉദാഹരണം പറയാം. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പിൽ ഹാജരായി. അതൊരു മുഖ്യമന്ത്രി കമ്മീഷന് മുമ്പിൽ ഹാജരാവേണ്ടി വരിക എന്നുള്ളത് അസാധാരണമായൊരു സാഹചര്യമാണ്. എത്രയോ മണിക്കൂർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അപ്പോൾ അന്നത്തെ ഒരു പ്രധാന പത്രത്തിലെ വാർത്ത, ഇത്ര മണിക്കൂർ ചോദ്യം ചെയ്യലിന് ശേഷവും ഉന്മേഷവാനും ഉത്സാഹഭരിതനുമായി ഉമ്മൻചാണ്ടി കാണപ്പെട്ടു എന്നതാണ്. എങ്ങനെയാണോ പിണറായി വിജയനെ കുറിച്ച് മാധ്യമങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഒരുപോലെയല്ല. വിമർശിച്ചിട്ടൊക്കെ ഉണ്ടാവും, UDF കാലത്ത് വിമർശിച്ചിട്ടുണ്ടാവും. അല്ല, അത് മാധ്യമങ്ങൾ കൂടി നിൽക്കണ്ടേ, അത്രയേ ഉള്ളൂ. സമീപനം രണ്ടും രണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞങ്ങൾ മാധ്യമങ്ങളെ എതിർക്കുകയോ മാധ്യമങ്ങൾ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുകയല്ല. മാധ്യമങ്ങൾ സ്വതന്ത്രമായിട്ട് വിമർശിക്കണം. പക്ഷേ വിമർശനം പിന്നിട്ട് ഒരു പ്രൊപ്പഗാൻഡയിലേക്ക് മാധ്യമങ്ങൾ കടക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് തുറന്നു കാണിക്കാതെ മാർഗമില്ല. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. മാധ്യമങ്ങളാണ് പ്രതിപക്ഷത്തെ സ്പിയർ ഹെഡ് ചെയ്യുന്നത്. മാധ്യമങ്ങളെ അതിൽ നിന്ന് കുറച്ചാൽ വളരെ ശുഷ്കമാണ് പ്രതിപക്ഷം. പൂജ്യമാണ് അല്ലേ? അല്ല, അതിലൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. 91 ലിബറലൈസേഷൻ കൊണ്ടുവരുന്ന സമയത്ത് അന്ന് ഏറ്റവും കൂടുതൽ ഒപ്പോസ് ചെയ്തതാണ് ഇടതുപക്ഷം. കീഴടങ്ങലിന്റെ അർത്ഥശാസ്ത്രം എന്ന് ഡോക്ടർ തോമസ് ഐസക്കിന്റെ പുസ്തകമുണ്ട്. അത് കഴിഞ്ഞ് ഈവൻ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് KM എബ്രഹാമിനെ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ കർണത്തടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. ഇതെല്ലാം കഴിഞ്ഞ് KM എബ്രഹാം ഇപ്പോഴും LDF ഗവൺമെന്റിലെ കിഫ്ബിയുടെ ഹെഡാണ്. ഇപ്പോൾ CPM സംസ്ഥാന സമ്മേളനം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ 2 കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. അപ്പം 30 വർഷം മുന്നേ കാലത്തിന്റെ ആവശ്യമാണ് എന്ന് കരുതി ഇതൊക്കെ ചെയ്ത ഗവൺമെന്റിനെ അന്ന് വിമർശിക്കുകയും ഇന്ന് അതേ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ വിമർശിക്കില്ലേ? സ്വാഭാവികമല്ലേ അത്? അവിടെയാണ് പ്രശ്നം. ഞങ്ങൾ എന്തോ നയമാകെ മാറ്റി എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് നിങ്ങൾ CPM റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, CPM വിമർശിക്കുന്ന സമയത്ത് CPM നയം ഓരോ കാലത്തും എന്താണെന്നുള്ളത് ശരിയായിട്ട് മനസ്സിലാക്കണ്ടേ? അങ്ങനെ മനസ്സിലാക്കാത്തതുകൊണ്ട് ഇപ്പോഴല്ലോ. ഞാൻ ഏത് പാർട്ടി കോൺഗ്രസ്സാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല. 18 എന്നാണ് എൻ്റെ ഓർമ്മ. അതോ 20 പാർട്ടി കോൺഗ്രസ് ആണ്. അതെ, അല്ല, 20 പാർട്ടി കോൺഗ്രസ് ആണെന്നാണ് ഓർമ്മ. അത് എനിക്ക് വെരിഫൈ ചെയ്യണം. സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച ഓൺ സർട്ടൻ ഐഡിയോളജിക്കൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ഉണ്ട്. അത് വിദേശ നിക്ഷേപം, സ്വകാര്യ നിക്ഷേപം എന്നിവയെ സംബന്ധിച്ചെല്ലാമുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പാക്കുന്ന ഒരു ഫെഡറൽ ചട്ടക്കൂടിനകത്ത് പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ള സംസ്ഥാന സർക്കാർ, പാർട്ടി നയിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് എന്നതിൽ വ്യക്തത വരുത്തിയ ഡോക്യുമെൻ്റാണ് ഓൺ സർട്ടൻ ഐഡിയോളജിക്കൽ ഇഷ്യൂസ്. അതിൽ പറഞ്ഞിട്ടുണ്ട് പാർട്ടി വിദേശ നിക്ഷേപത്തിനെതിരല്ല. മറ്റേ FDI ഉണ്ടല്ലോ, റീറ്റെയിൽ FDI ഒക്കെ ചർച്ച ചെയ്ത കാലമാണത്. പക്ഷേ 3 നിബന്ധനകൾക്ക് വിധേയമായിട്ടാണ്. വിദേശ നിക്ഷേപമാകാം, വിദേശ നിക്ഷേപമേ വേണ്ട എന്നല്ല പലരും അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ആത്മാർത്ഥമായിട്ട് CPM ഇതിന് ഈ വിദേശ നിക്ഷേപമേ വേണ്ട എന്നുള്ളതാണ് CPM അഭിപ്രായമെന്ന് തെറ്റിദ്ധരിച്ച കുറേ ആൾക്കാരുണ്ട്. ആത്മാർത്ഥമായി തെറ്റിദ്ധരിച്ചവരുണ്ട്. ചിലർ ബോധപൂർവ്വം മനസ്സിലാക്കിയിട്ടും അങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ട്. എന്താ അന്നത്തെ ഡോക്യുമെൻ്റ് പറഞ്ഞറിയോ? 3 നിബന്ധനകൾ. 1, എക്കോണമിയുടെ ആകെ ഈ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്യുമെങ്കിൽ വിദേശ നിക്ഷേപമാവാം. 1. 2, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാവണം. എന്ന് പറഞ്ഞാൽ ഈ അക്വിസിഷൻ ആൻഡ് മെർജേഴ്സ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് വരുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എക്കോണമിയുടെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയും കൂട്ടില്ല, തൊഴിലവസരങ്ങളും നൽകില്ല. 3ാമത്തെ നിബന്ധന, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ലഭ്യമാക്കുന്നതാവണം. അപ്പോൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ, പുതിയ തൊഴിലവസരങ്ങൾ, സമ്പദ്ഘടനയുടെ ശേഷി വികസിപ്പിക്കാൻ, ഇതിന് 3നും ഉതകുന്നതാണെങ്കിൽ ആ വിദേശ നിക്ഷേപമാവാം. അതിന് ഉദാഹരണം സീതാറാം പ്രസംഗിക്കുമ്പോൾ അത് വിശദീകരിക്കാറുണ്ട്. അതായത്
ഇപ്പോൾ ഈ ടെലികോം സർവീസ് ഇവിടെ കൊടുക്കാൻ വിദേശ നിക്ഷേപത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഫാക്ടറി ഇവിടെ ഉണ്ടാക്കിയാൽ അതുകൊണ്ട് ഗുണമുണ്ട്. കാരണം സമ്പദ്ഘടന പുതിയ തൊഴിലവസരം വരും, പുതിയ സാങ്കേതികവിദ്യ വരുന്നു. അതേസമയം ഈ മൊബൈൽ സർവീസ് കൊടുക്കാൻ ഉള്ള വിദേശ നിക്ഷേപം ഇവിടെ BSNL ഉണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള പൊതുമേഖലാ സംവിധാനങ്ങളുണ്ട്. ആ വ്യത്യാസം ആണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതാണ് വിദേശ നിക്ഷേപത്തോടുള്ളത്. സ്വകാര്യ നിക്ഷേപത്തോടുള്ള പണ്ടേയുള്ള നിലപാടാണ്, പൊതുമേഖലയോട് നേരത്തെ തന്നെയുള്ള നിലപാടാണ്. ഇപ്പോൾ 57 EMSൻ്റെ ഗവൺമെൻറ് ബിർള കൊണ്ടുവന്ന കാര്യം പറയാറുണ്ടല്ലോ. സ്വകാര്യ നിക്ഷേപമില്ലാതെ ഒരു മുതലാളിത്ത വ്യവസ്ഥയ്ക്കകത്ത്, പ്രത്യേകിച്ച് ആഗോളവൽക്കരണ നയങ്ങളുടെ ചട്ടക്കൂടിനകത്ത് വളരെ ചെറിയ അധികാരങ്ങൾ മാത്രമുള്ളൊരു സംസ്ഥാന സർക്കാരിന് സ്വകാര്യ നിക്ഷേപത്തെ പാടെ ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ മാത്രം സോഷ്യലിസം കെട്ടിപ്പടുക്കാൻ നിന്നതാണ്. സോവിയറ്റ് യൂണിയനിൽ പോലും സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ആദ്യകാലത്ത് സ്വകാര്യ നിക്ഷേപമുണ്ട്. ചൈനയിലുണ്ടല്ലോ, സ്വകാര്യ നിക്ഷേപം അവർ അനുവദിക്കുന്നില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചില മിത്തുകൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. CPM സ്വകാര്യ നിക്ഷേപത്തെ തീരെ പാടില്ല എന്നാണ് എടുത്തിട്ടുള്ള നിലപാട്. അല്ല, സ്വകാര്യ നിക്ഷേപത്തെ EMSൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ട്. പൊതുമേഖലയുടെ ഉള്ള കാര്യത്തിലുള്ള നിലപാടെന്താ? ഇതേ ഡോക്യുമെൻ്റ് പറഞ്ഞു, പൊതുമേഖലയുടെ നിർണായകമായിട്ടുള്ള പ്രാധാന്യം നിലനിർത്തിക്കൊണ്ട് സ്വകാര്യ നിക്ഷേപവും ആവാം. അതാണ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്. പിന്നെ ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല. നഷ്ടത്തിലാണെങ്കിലും മെച്ചപ്പെടുത്തി ലാഭത്തിലാക്കാൻ പറ്റുന്നത് അതിന് ശ്രമിക്കണം. ഒരു തരത്തിലും ലാഭത്തിലാക്കാൻ കഴിയാത്തതിനെ പുനരുദ്ധരിക്കുക. ഇതിലെല്ലാം വ്യക്തമായ സമീപനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് വായിച്ച ഒരാൾക്ക് കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖ എന്തോ വലിയ നയമാറ്റമാണ് എന്ന് പറയാനേ കഴിയില്ല. അപ്പം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ആശയവ്യക്തതയുടെ ഒരു പ്രശ്നമില്ല, തികഞ്ഞ വ്യക്തത ഇക്കാര്യത്തിലുണ്ട്. ആ രേഖ, പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രേഖ പറയുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഈ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ ലോകത്തിലാണ് പ്രവർത്തിക്കുന്നത്, സാങ്കല്പിക ലോകത്തിൽ പ്രവർത്തിക്കുന്നവരല്ല. യഥാർത്ഥ ലോകത്തെ മാറ്റി തീർക്കാനാണ് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥ ലോകത്തെ മാറ്റി തീർക്കുക, അതിന് നേരെ കണ്ണടച്ചിരുന്ന് ഇരുട്ടാക്കിയിട്ട് പറ്റില്ല. യഥാർത്ഥ ലോകവുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടേ പറ്റൂ. ഞങ്ങൾ ഈ ഗ്ലോബലൈസ്ഡ് ലോകവുമായിട്ട് എൻഗേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നിപ്പോൾ ഒരു ലേഖനം, പോൾ സക്കറിയുടെ ലേഖനം വായിക്കേണ്ടായി. തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയം സംരക്ഷിച്ചുകൊണ്ട് സ്വകാര്യ നിക്ഷേപം, അതെങ്ങനെയാണെന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള സ്വകാര്യ നിക്ഷേപം, വിദേശ നിക്ഷേപം, ഇത് തന്നെയാണ് ഞങ്ങൾ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. അതിന് പറ്റുന്നതേ ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ, അംഗീകരിക്കുന്നുള്ളൂ. അല്ലാതെ ഈ എന്താ പറയുക, ഒരു ചരടുമില്ലാത്ത വിദേശ നിക്ഷേപം എന്നുള്ളതല്ല നിലപാട്. 10 വർഷം മുന്നേ SFI TP ശ്രീനിവാസനെ തടഞ്ഞ സമയത്ത് അവരാരും കേട്ടിട്ടില്ലായിരുന്നു ഇങ്ങനൊരു ധാരണയുണ്ടെന്നുള്ള കാര്യം. ആ സമയത്ത് SFI ആയതുകൊണ്ട് നമ്മളത് വിട്ടതാണ്. അങ്ങനെ ലളിതവൽക്കരിച്ചതിനെ കാണരുത്. സ്വകാര്യ ഇപ്പോൾ സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്തെന്തുകൊണ്ടാണ്? കഴുത്തറപ്പൻ ഫീസ്, കൊള്ളക്കോഴ, ക്യാപിറ്റേഷൻ ഫീസ് എല്ലാം അനുവദനീയമായതിനെതിരായിട്ടാണ് സമരം ചെയ്തത്. ആ സമരത്തിൻ്റെ നേട്ടം എന്താണ്? 50:50 എന്ന വ്യവസ്ഥ വന്നു. അപ്പോൾ സാമൂഹ്യ നിയന്ത്രണത്തോടു കൂടിയിട്ടുള്ള സ്വാശ്രയ കോളേജുകൾ എന്ന വ്യവസ്ഥ വന്നു. ഇത് സ്വകാര്യ നിക്ഷേപം ഏത് മേഖലയിലായാലും അതിനോടുള്ള നിലപാട് ഇതാണ്. തീരെ വേണ്ട എന്നുള്ളതേ അല്ല. അങ്ങനെ വേണ്ടെന്ന് നിശ്ചയിക്കാൻ പറ്റുന്ന ലോകത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ ലൈഫിന്റെ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ആയിട്ട് ചില ഫണ്ടിങ്ങിന്റെ ഇതുണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താ? എന്തൂരം ചെയ്തു? എന്താണ് ഈ മിനിസ്ട്രിയുടെ എന്തൂരം വീടുകളാണ്? ലൈഫിൻ്റെ കാര്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞു നേരത്തെ, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ വേണ്ടത്ര അതിൻ്റെ ഒരു പ്രാധാന്യവും വലുപ്പവും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പറഞ്ഞത്. ഇതുവരെ കൊടുത്ത വീട്, പൂർത്തിയാക്കിയ വീട് 4,32,159. 4,32,159. 5,44,109 വീടുകൾ അനുവദിച്ചു. 5,44,109 വീടുകൾ അനുവദിച്ചു. 4,32,159 വീടുകൾ പണി പൂർത്തിയായി. ബാക്കി 1,11,950 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ് ആണ്. ബ്രാൻഡിങ് വിഷയം കൂടുതൽ ഞാൻ അതാ പറഞ്ഞത്. ഇപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന തുക ഈ ബജറ്റിൽ വെച്ചു, 1,260 കോടി. 1,00,000 വീട് കൂടി കൊല്ലം 25-26 വരും എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുമ്പോൾ 6.5 ലക്ഷം വീടായിട്ട് മാറും. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് 6.5 ലക്ഷം വീട് കൊടുത്തത്?
ഇനി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത് എത്രയും പഞ്ചായത്തിൽ 72,000 രൂപ കൊടുക്കുന്നത്, PMAY ഗ്രാമീൺ 72,000. കേരളത്തിൽ കിട്ടിയത് 34,000 ചില്ലാനും പേർക്കാണ് 72,000 വെച്ച് കിട്ടിയത്, വെറും 34,000 പേർക്ക്. അർബനിൽ കൊടുക്കുന്ന PMAY അർബനിൽ കൊടുക്കുന്നത് 1.5 ലക്ഷം രൂപയാണ്, കേരളത്തിൽ കിട്ടിയത് 84,000 പേർക്കാണ്. ഇതാണ് കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. വേറൊരു കണക്കൂടി ഞാൻ പറയാം. 18,288.28 കോടി രൂപ ഈ ഗവൺമെൻറ് ലൈഫിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. 18,288.28 crore. കേരളം പോലും ചെറിയ സംസ്ഥാനം ഇത്രയും വലിയ തുക ചെലവഴിച്ചിട്ടുണ്ട്. അതിൽ കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ 2,000 കോടിയാണ്, ബാക്കി മുഴുവൻ കേരളത്തിൻ്റെയാണ്. 5,600 കോടി ബജറ്റിൽ നിന്ന് കൊടുത്തതാണ് സംസ്ഥാന സർക്കാർ. 5,000 ചില്ലാനും കോടി തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതമാണ്. ബാക്കി ഒരു 5,400ഓളം കോടി വായ്പയാണ്. സംസ്ഥാന സർക്കാർ ആണ് വായ്പയുടെ പലിശ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പണം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ കേരളത്തിന് വായ്പ എടുക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. വായ്പ എടുത്ത് ചെലവഴിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് വീട് വയ്ക്കാൻ ഒരു ഗുണഭോക്താവിന് 4 ലക്ഷം കൊടുക്കുന്നത്? കേരളം 4 ലക്ഷം കൊടുക്കുന്നത്. കേന്ദ്രത്തിൻ്റെ നിബന്ധന എത്രയെന്നറിയോ? അവർ 72,000 കൊടുക്കും, നിങ്ങൾ 48,000 കൊടുക്കണം എന്നാണ്. 15,000 തൊഴിലുറപ്പിൽ നിന്നും ഉപയോഗിക്കണം. അങ്ങനെ 1,35,000 കൊണ്ട് വീടുണ്ടാക്കലാണ് കേന്ദ്രത്തിൻ്റെ പദ്ധതി. ഇവിടെ 4 ലക്ഷമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 18,000 കോടിയിലധികം രൂപയ്ക്ക് ഈ സംസ്ഥാനം വീടിന് ചെലവഴിച്ചു എന്നുള്ളത് എത്ര പേർക്കറിയാം? ഇപ്പോൾ കേന്ദ്രമായിട്ടുള്ള തർക്കം നിൽക്കുന്നത് ബ്രാൻഡിങ്ങിൻ്റെ കാര്യത്തിലാണ്. PMAY അർബൻ അവർ 2.0 അതിൽ പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് എഗ്രിമെൻറ്റിൽ തന്നെ ഈ ബ്രാൻഡിങ്ങിന് തയ്യാറാണെന്ന് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ കേരളം ഒരു നിലപാടെടുത്തത് പറ്റില്ല. മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കാരണം ഇത് ഈ ഗ്രൂപ്പ് സ്കീമുകളുടെ കാര്യത്തിൽ ബ്രാൻഡിങ് പോലെയല്ല. അപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ നമ്മളത് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻഡിവിജ്വൽ ബെനിഫിഷ്യറി സ്കീമുകളുടെ കാര്യം വരുന്ന സമയത്ത് ബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വീടിന് ബ്രാൻഡിങ് അനുവദിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ അന്തസ്സിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ആർട്ടിക്കിൾ 21 വയലേഷനാണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലൈഫാണ്, റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി. അതാണ് അതിൻ്റെ വയലേഷനാണ്. അപ്പോൾ അത് സ്വീകാര്യമല്ല എന്ന നിലപാട് മുഖ്യമന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് ഞാൻ നഗരവികസന മന്ത്രി മനോഹർ ലാൽ ഖട്ടാറിനെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ നിലപാട് ആവർത്തിച്ചു. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തിയിരുന്നു മന്ത്രി. അപ്പം ഞങ്ങളുടെ നിലപാട് ഇത് തന്നെയാണ്, അപ്പോൾ അത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞു. കേന്ദ്രം പുനഃപരിശോധിക്കാൻ തയ്യാറല്ല എന്നുള്ളിടത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അവർക്കത് മനസ്സിലാവുന്നതേയില്ല. മനുഷ്യ അന്തസ്സിനെക്കുറിച്ച് മനസ്സിലാവാത്ത ഇതാണ് അവരുടെ പ്രശ്നം. അവർ ചോദിക്കുന്നത് ഇതിലെന്താണ് അന്തസ്സിൻ്റെ പ്രശ്നം എന്നാണ് ചോദിക്കുന്നത്. വീടിൻ്റെ മുമ്പിൽ സർക്കാർ ധനസഹായം കൊടുത്തതല്ലേ, അതവിടെ എഴുതിയിരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു അതൊഴിച്ച് വേറെന്ത് വേണമെങ്കിൽ ബ്രാൻഡിങ് ആവാം. ഒരാളുടെ വീടിൻ്റെ മുമ്പിൽ ഇത് എഴുതി വയ്ക്കുക. അപ്പോൾ ദാനം കിട്ടിയത്, അപ്പം ഞാൻ അദ്ദേഹത്തോട് മന്ത്രിയോട് ചോദിച്ചു, ഇതൊരു ഔദാര്യമായിട്ടല്ലേ തോന്നുക, അതിന് ഗവൺമെൻറ് കൊടുക്കുന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രണ്ട് രാഷ്ട്രീയത്തിൻ്റെ വ്യത്യാസമാണ്, രണ്ട് തരത്തിലുള്ള ചിന്താരീതിയുടെ പ്രശ്നമാണ്. അതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഡിജിറ്റൽ ലിറ്ററസിയുടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്താണ് അതിൻ്റെ? അത് ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സേവനങ്ങളും ഓൺലൈനായിട്ട് 10-ാം തീയതിയോടുകൂടി മുഴുവനാവും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഓൺലൈനാണ്. ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന, നേരത്തെ പറഞ്ഞതാണ്, ഒരാളും ഈ നമ്മുടെ ഒരു ചൊല്ലുണ്ടല്ലോ, നടന്ന് ചെരുപ്പ് തേഞ്ഞു. അപ്പോൾ ചെരുപ്പ് ഇനി തേയാൻ ഇടവരരുത്, ഒരാൾക്ക് നടക്കേണ്ടി വരരുത്. പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പോകണ്ട. ഒരു മിനിസ്റ്ററായ ശേഷം ഒരു മീറ്റിങ്ങിൽ, പൊതുജനങ്ങൾ കൂടി ഉള്ളൊരു മീറ്റിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഓൺലൈൻ സേവനം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ. പ്രസംഗം കഴിഞ്ഞുടനെ വാട്സാപ്പിൽ മെസ്സേജ് നോക്കിയപ്പോൾ സദസ്സിൽ നിന്ന് ഒരാളുടെ മെസ്സേജാണ്. ഒരു നഗരസഭയെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. മിനിസ്റ്റർ പറഞ്ഞതൊക്കെ കൊള്ളാം, ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. ഇന്ന നഗരസഭയിൽ ഒരിക്കൽ കയറിയ ആളുകൾക്കറിയാം, ഒരിക്കൽ അവിടെ കയറിയാൽ ഒരു പന്നിപ്പടക്കമെങ്കിലും എറിയാതെ തിരിച്ചിറങ്ങാൻ തോന്നില്ല എന്നാണ്. അതായിരുന്നു ഒരു മനോഭാവം അതാണ്. അപ്പോൾ അതിൽ ഒരു മാറ്റം വരണമെങ്കിൽ ആളുകൾക്ക് ഒരു ഔദാര്യത്തിന് പോകുന്നത് പോലെ അവിടെ പോയിട്ട് നിൽക്കേണ്ട സ്ഥിതി ഉണ്ടാവരുത്. അതിനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്.
ആ നടപടികൾ വളരെ എഫക്റ്റീവാണെന്ന് മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും അനുഭവം തെളിയിച്ചു. കെ സ്മാർട്ടിൻ്റെ അനുഭവം. ജനുവരി 1-നാണത്, കഴിഞ്ഞ 24 ജനുവരി 1-നാണ് ലോഞ്ച് ചെയ്തത് കൊച്ചിയിൽ വെച്ചാൽ. ആദ്യത്തെ 2-3 മാസം സമാധാനവും സ്വൈരവും ഉണ്ടായിരുന്നില്ല. എന്നും എതിരായ വാർത്തകളായിരുന്നു കെ സ്മാർട്ട് അവതാളത്തിൽ. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ആ സമയത്ത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയിലെ കുറേ റോഡുകൾ പൊളിച്ചിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ട് റോഡ് പണി നടക്കുമ്പോൾ കുറച്ച് സൗകര്യങ്ങൾ കാണുമല്ലോ. പല കാരണങ്ങൾ കൊണ്ട് പണി അല്പം നീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ദിവസം ഒരു പത്രത്തിലെ വാർത്ത, ഈ പൊളിഞ്ഞ റോഡിൻ്റെ ചിത്രം വെച്ച്, ഇതോ കെ സ്മാർട്ട്. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധമില്ല. കെ സ്മാർട്ട് സോഫ്റ്റ്വെയറാണ്, അത് റോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യത്തെ അവതരിപ്പിച്ചിരുന്നത്. ലോക്സഭാ ഇലക്ഷൻ കഴിയുന്നതുവരെ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇലക്ഷനും കൂടി കണ്ടുകൊണ്ടാണ്, ആകെ കുഴപ്പത്തിലാണ്. മറ്റൊരു വാർത്ത വന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്, ഒരു ടെലിവിഷൻ ചാനലിൽ വന്ന വാർത്തയാണ്. കെ സ്മാർട്ട് ആകെ അവതാളത്തിലാണ്, ആളുകൾ വലയുന്നു എന്നൊക്കെ പറഞ്ഞ് വാർത്ത. അതിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷനിലേക്ക് ചെല്ലുന്നു, ക്യാമറ 2 പേരുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് കെ സ്മാർട്ട് നോക്കി, പ്രവർത്തിക്കുന്നില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ ഈ വാർത്ത ശ്രദ്ധപ്പെട്ട് പരിശോധിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ആ കെ സ്മാർട്ട് ഏതൊരു ചൈനീസ് ആപ്പാണ്, നമ്മുടെ കെ സ്മാർട്ടുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല. ഇതുപോലെയായിരുന്നു അതിനെ ഒരു പുതിയ ഒരു ചുവട്. ട്രാൻസിഷനിൻ്റെ ഘട്ടത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും, ഒന്നൊന്ന് വേറൊന്നിലേക്ക് മാറുമ്പോൾ. പക്ഷെ അതിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 27 ലക്ഷം ഫയലാണ് ഈ ഒരു വർഷം കെ സ്മാർട്ടിൽ കൈകാര്യം ചെയ്തത്. അതിൻ്റെ ഫയൽ തീർപ്പിൻ്റെ നിരക്ക് 74%. 74%. 1,65,000 ഫയലുകൾ തീർപ്പാക്കിയത് അവധി ദിനങ്ങളിലാണ്. അതുപോലെ 30% ഫയലുകൾ 24 മണിക്കൂറിൽ തീർപ്പാക്കാൻ പറ്റി. 17% ഫയലുകൾ, 27 ലക്ഷത്തിൽ 17% ഫയലുകൾ 1 മണിക്കൂർ കൊണ്ട് തീർപ്പാക്കി. വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ല, അപ്പോൾ ഞാൻ പറഞ്ഞത്, സേവനം മുഴുവൻ ഓൺലൈൻ ആവുമ്പോൾ ഡിജിറ്റൽ സാക്ഷരത പ്രധാനമാണ്. കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള സംസ്ഥാനമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. കാരണം നമ്മുടെ ഇൻ്റർനെറ്റ് പെനിട്രേഷൻ 87%. മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാളികളാണ്. 2 മൊബൈൽ ഫോൺ ഉള്ളവരുടെ എണ്ണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു 1.5 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിച്ചത്. അതിന് പ്രേരണയായത് പുല്ലമ്പാറയുടെ മാതൃകയാണ്. തിരുവനന്തപുരത്തെ പുല്ലമ്പാറ പഞ്ചായത്താണ് ആദ്യം സ്വന്തം നിലയിൽ ഇങ്ങനെ പരിപാടി ആവിഷ്കരിച്ചു. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര പഞ്ചായത്ത് പുല്ലമ്പാറയാണ്. അപ്പോൾ അതിൻ്റെ പ്രഖ്യാപനത്തിന് പോയപ്പോഴാണ് ഇത് നമുക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതാണല്ലോ എന്ന ഒരു ആശയം വന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായിട്ട് മുന്നോട്ട് പോയി. ആദ്യം സർവേ നടത്തി. സർവേയിൽ 21.87 ലക്ഷം പേരെ നമ്മൾ ഡിജിറ്റലി സാക്ഷരരല്ലാത്ത ആൾക്കാരെ കണ്ടെത്തി. പിന്നെ അവരെ പരിശീലിപ്പിക്കാൻ ആവശ്യമായ മൊഡ്യൂൾ കില തയ്യാറാക്കി. മാസ്റ്റർ ട്രെയിനേഴ്സിനെയും അതിൻ്റെ താഴെ വോളണ്ടിയേഴ്സിനെയും സജ്ജമാക്കി. നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികൾ, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റിലെ കുട്ടികൾ, കുടുംബശ്രീ എന്നുള്ളവർ, ഇവരെയൊക്കെ വോളണ്ടിയേഴ്സായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ ഈ ക്യാമ്പയിൻ 1 വർഷത്തോളം പിന്നിട്ടപ്പോൾ നമുക്ക് 5 മണിക്കൂറിൻ്റെ ഒരു ചെറിയ മൊഡ്യൂളാണ്. അവർക്ക് ഒരു ഇവാലുവേഷൻ നടത്തി. ആ ഇവാലുവേഷനിൽ പരാജയപ്പെട്ടവർക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒരു പരിശീലനമൊക്കെ കൂടി കൊടുത്ത് വീണ്ടും ഇവാലുവേഷൻ നടത്തി. ഇപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നാം കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രഖ്യാപിക്കുക വരുന്നു. അപ്പോൾ അതിനാണ് കഴിഞ്ഞ ദിവസം പ്രസിഡൻറ്റിനെ കാണാൻ പോയത്. പ്രസിഡൻറ്റിനെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രസിഡൻറ്റിൻ്റെ തീയതി കിട്ടിയാൽ അത് പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര സംസ്ഥാനം കേരളമായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര സംസ്ഥാനമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന മുദ്രാവാക്യം ആദ്യം നടപ്പാക്കുന്നത് കേരളമാണ്. ഡിജിറ്റൽ കേരളമായിട്ട് കേരളം മാറുകയാണ്. ഇടക്കാലത്ത് നമ്മുടെ തോമസ് ഐസക്കിന്റെ സമയത്ത് നമ്മൾ ഈ ഉറവിട മാലിന്യം മാത്രമാണ് എന്ന ഒരു രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ തുമ്പൂർ മൊഴി മോഡലൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പല പല സെന്റേഴ്സായി. ഈവൻ നൗ ഈ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് എത്രത്തോളം ഉണ്ട്? മൈൻഡ് സെറ്റ് ചേഞ്ച് നല്ല നിലയിൽ വന്നിട്ടുണ്ട് മാറ്റം. ഇപ്പോൾ തുമ്പൂർ മൊഴിയൊക്കെ നമ്മളിപ്പോൾ കൊച്ചിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ തുമ്പൂർ മൊഴിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കൊച്ചിയിൽ 5-6 ബ്രഹ്മപുരത്തിന് ശേഷം, ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനന്ന് വന്ന് ഒരാഴ്ച ഇവിടെ താമസിച്ചിരുന്നു. താഴെ വരെ പോയി, വാർഡിൽ പോയി ആയിരക്കണക്കിന് ആളോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. അന്ന് എല്ലാവരും വരികയും ചെയ്തിരുന്നു, മീറ്റിംഗ് വിളിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ പ്രാധാന്യമൊക്കെ പറഞ്ഞ്.
അന്ന് ആദ്യത്തെ ഒരു തുമ്പൂർ മൊഴി കൗൺസിലർമാരുടെ യോഗത്തിൽ തീരുമാനിച്ചതനുസരിച്ച് ചെയ്തത് നമ്മുടെ എടപ്പള്ളി പാലത്തിൻ്റെ താഴെയാണ്. അംബിക എന്ന് പറയുന്ന ഒരു വനിതാ അതെ അംബിക, ഞാൻ അവരുടെ പേര് മറക്കില്ല. കാരണം അവർ വലിയ റിസ്ക് എടുത്ത് ആദ്യം പൈസയൊക്കെ കടമൊക്കെ സംഘടിപ്പിച്ചാണ് അത് ചെയ്തത്. വലിയ എതിർപ്പായിരുന്നു അന്നുണ്ടായിരുന്നത്, വലിയ എതിർപ്പ്. ആ എതിർപ്പിനെയൊക്കെ അവർ നേരിട്ട് ചെയ്തു. ഞാനത് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ തന്നെ പോയത്. അപ്പോഴേക്കും പക്ഷേ ആളുകളിലേക്ക് ഒരു മനോഭാവത്തിൽ അവിടെ മാറ്റം വന്നു തുടങ്ങിയിരുന്നു. അത് വന്നപ്പോൾ ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആകെ മാലിന്യം തള്ളിയിരുന്ന സ്ഥലമാണ്. പോരാത്തതിന് ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയൊക്കെ ഒരു താവളമായിരുന്നു. അതിലൊക്കെ വലിയ മാറ്റം അവിടെ വന്നു. പിന്നെ നമ്മുടെ പൊന്നുരുന്നി പാലത്തിൻ്റെ താഴെ അവിടെ വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ തുമ്പൂർ മൊഴി മാത്രം മതിയാവില്ല, തുമ്പൂർ മൊഴി നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം പ്ലാന്റുകളൊക്കെ ഇപ്പം സാങ്കേതികവിദ്യ വളർന്നിട്ടുണ്ടല്ലോ, ആ സാങ്കേതികവിദ്യയുടെ സാധ്യത കൂടി നമ്മൾ ഉപയോഗിക്കണം എന്ന് കണ്ടു. തുമ്പൂർ മൊഴി തന്നെ ഓട്ടോമേറ്റഡ് തുമ്പൂർ മൊഴിയാക്കാം, ബയോഡൈജസ്റ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സാധ്യതകളും ഉപയോഗിക്കുക എന്നതാണ്. അപ്പം അന്ന് 2015 തന്നെ ഇത്തരമൊരു യജ്ഞം കേരളത്തിൽ ആരംഭിച്ചിരുന്നു. അത് ഇതിൻ്റെ ഒരു വികാസമാണ്, വളർച്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മനോഭാവത്തിൽ മാറ്റം പറയുമ്പോൾ ഈ സംവിധാനങ്ങളിൽ വലിയ വർധനവുണ്ടായി, വലിയ മാറ്റം ഉണ്ടായി. പുതിയ സാങ്കേതികവിദ്യ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അതനുസരിച്ച് മനോഭാവത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയണം. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു റോഡ് ബ്ലോക്ക് അവിടെയാണ്. കാരണം ഇപ്പോഴും ആളുകൾ വലിയൊരു ഭാഗം അംഗീകരിക്കുന്നില്ല സ്വന്തം മാലിന്യം സ്വന്തം ഉത്തരവാദിത്തമാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഓരോ വ്യക്തി ഒരു വേസ്റ്റ് ജനറേറ്ററാണ്, ഓരോ വ്യക്തിക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ആളുകളുടെ മനോഭാവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേസ്റ്റ് ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്, ജനാധിപത്യ അവകാശമാണ്. പക്ഷെ മര്യാദയ്ക്ക് കൊണ്ടുപോയിട്ട് സർക്കാരും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ സംസ്കരിച്ചോളണം. ഇതാണ് മനോഭാവം. നല്ലൊരു പങ്ക്, എല്ലാവരും എന്നല്ല, നല്ലൊരു പങ്ക് അതാണ് മനോഭാവം. അതുകൊണ്ടാണ് ഈ യൂസർ ഫീ കൊടുക്കാൻ പറ്റില്ല, ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഈ പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കുന്നത് എല്ലാത്തിനുമുള്ള, അതുകൊണ്ടെല്ലാം ചെയ്തോളണം എന്നാണ്. പ്രോപ്പർട്ടി ടാക്സിൻ്റെ കാര്യം വേറെയാണ്, അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കുള്ളതാണ്. പൊതുവേ ഇന്ത്യയിൽ കുറവാണ്, അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞതാണ് കേരളത്തിലേത്. ഇപ്പോൾ ഈ കൊച്ചിയിൽ തന്നെ നമ്മുടെ ഒരു GCDA സംഘടിപ്പിച്ച നഗരകാര്യ വിദഗ്ധരുടെയൊക്കെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഞാൻ മിനിസ്റ്ററായ ഉടനാണ്, അതിൻ്റെ തൊട്ടടുത്ത ആഴ്ച ഞാനതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ കൊച്ചി നഗരത്തിൻ്റെ കാര്യം പറഞ്ഞു. കൊച്ചി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരങ്ങളിലൊന്നാണ്. പക്ഷേ കൊച്ചി നഗരസഭ ഒരു ദരിദ്രമായ നഗരസഭയായിട്ട് തുടരുന്നതിന് എന്താണ് യുക്തി എന്ന് ചോദിച്ചു. കാരണം നമ്മുടെ നികുതി നിരക്കുകളൊക്കെ താരതമ്യേന കുറവാണ്, ഇതിനേക്കാൾ പൊട്ടൻഷ്യൽ ഉണ്ട് നമുക്ക്. അത് തന്നെ പിരിച്ചെടുക്കാൻ വളരെ അതെ 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 അതിപ്പോൾ സയന്റിഫിക് ആയിട്ട് അതെ അതിനുള്ള പരിഹാരം ഇപ്പോൾ കേസ് മാർട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആൾക്കാരുടെ മനോഭാവം ഇതാണ്, ഞങ്ങൾ പ്രോപ്പർട്ടി ടാക്സ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ചെയ്തോളണം എന്നാണ്. പക്ഷേ യൂസർ ഫീ നിയമപരമായിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര ഈ ചട്ടങ്ങളിൽ തന്നെ യൂസർ ഫീയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വലിച്ചെറിയുക എന്നുള്ളത് ഇപ്പോഴൊരു മാറ്റമില്ലാണ്ട് പറയുക, ഒരു മാറ്റവും വന്നിട്ടില്ല. അതിൽ ഒരു ഈ ക്ലാസ് വ്യത്യാസമില്ല. ബെൻസിൽ വന്നിട്ട് വലിച്ചെറിയുന്നവരുമുണ്ട്, സ്കൂട്ടറിൽ പോയിട്ട് വലിച്ചെറിയുന്നവരുമുണ്ട് എന്നതാണ് സ്ഥിതി. ഇപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ട്. നേരത്തെ 2 കൊല്ലം മുമ്പ് കേരളത്തിൽ എവിടെയും ക്യാമറ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളോട് പ്രോജക്റ്റ് വെക്കാൻ പറഞ്ഞ് ഇതിനകം 3557 കേന്ദ്രങ്ങളിൽ ക്യാമറ വെച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ മാർച്ച് ആകുമ്പോൾ കുറച്ചധികം വരും, ഇനിയും വരും. ഈ ക്യാമറയിൽ കുടുങ്ങിയ പലരുടെയും കാര്യം വളരെ രസമാണ്. ഒരു സ്ഥലത്ത് ക്യാമറയിൽ കുടുങ്ങിയത് തൊട്ടടുത്തൊരു ഹൈസ്കൂളിലെ അധ്യാപികയാണ്, വേറൊരു സ്ഥലത്ത് LSTDയിൽ തന്നെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, ഒരു സ്ഥലത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു എറണാകുളം ജില്ലയിലാണ് ഒരു സ്ഥലത്തൊരു പഞ്ചായത്ത് മെമ്പറെ പെട്ട് കുടുങ്ങിയത്. പഞ്ചായത്ത് മെമ്പർ ഇത് ചെയ്തു. ഇപ്പോൾ കുന്നംകുളത്തൊരു കാര്യം, കുന്നംകുളത്തെ നമ്മുടെ മുനിസിപ്പൽ ജീവനക്കാർ വൃത്തിയാക്കുന്ന സമയത്ത് റോഡരികുന്നൊരു ഭദ്രമായിട്ട് പൊതിഞ്ഞൊരു ബാഗ് കിട്ടി. തുറന്നു നോക്കിയപ്പോൾ വീട്ടിലെ വേസ്റ്റൊക്കെ കൂടി കൊണ്ടുവന്ന് തള്ളിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്പർ കിട്ടി. ആ നമ്പറിൽ അവർ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു കൊറിയർ സർവീസ് എന്ന് പറഞ്ഞൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്തു. ഇവരവിടെ കൃത്യമായിട്ട് പോയി ആ സ്ഥലം കണ്ടുപിടിച്ചു, ഇത് തിരിച്ചേൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിക്കോളാം പറഞ്ഞു. 10,000 രൂപയുടെ ഫൈനും അടിച്ചു കൊടുത്തു. ചെയ്ത ആളാരാന്നറിയണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ജോലിയൊക്കെ, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ പറഞ്ഞു പത്രത്തിൽ പേര് കൊടുത്ത് അപമാനിക്കരുത്,
അപ്പോൾ അപമാനകരമായ കാര്യമാണ് ചെയ്തതെന്നറിയാം. ഇതാണ് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട്ട് നിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഒരു വാർത്ത, രാവിലെ പത്രത്തിൽ കണ്ട വാർത്ത, 600 ടിൻ ബിൻ വെച്ചിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ നഗരത്തിൽ. നമ്മൾ നിർബന്ധപൂർവ്വം പറഞ്ഞിട്ടുണ്ട് ബിന്നുകൾ വെക്കണം, കാരണം വലിച്ചെറിയരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഇടാൻ നിക്ഷേപിക്കാനുള്ള സൗകര്യം വേണ്ടേ. 600 ടിൻ ബിൻ വെച്ചിട്ടുണ്ട്. ആ ടിൻ ബിന്നിൽ കൊണ്ടുപോയിട്ട് വീട്ടിലെ ചക്ക വെട്ടിയതിൻ്റെ അവശിഷ്ടം വരെ കൊണ്ടുപോയി നിക്ഷേപിച്ചു. അതിനുള്ളതല്ല നഗരത്തിൽ വയ്ക്കുന്ന ബിന്ന്. പിന്നെ സാനിറ്ററി പാഡ്, ഡയപ്പർ ഇതെല്ലാം അതിനകത്ത് കൊണ്ട് നിക്ഷേപിക്കുന്നു. ഇപ്പോൾ പഴയൊരു അനുഭവം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ പൊതു ശൗചാലയങ്ങളിൽ കൊണ്ടുപോയിട്ട് ഇതെല്ലാം നിക്ഷേപിച്ചത് ബ്ലോക്കാവുന്ന സ്ഥിതി. അതുപോലെയാണ് ഇപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിരുന്നു എന്നത്. പിന്നെ ബിന്നുണ്ടെങ്കിലും ബിന്നിലിടില്ല, അതിൻ്റെ താഴെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടാവും. ഇവിടെ ഈ നമ്മുടെ മറൈൻ ഡ്രൈവ് ഉണ്ടല്ലോ, ഞാനൊരു ദിവസം ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് രാവിലെ നടക്കാൻ പോയതാണ്. മറൈൻ ഡ്രൈവിൽ നടക്കാൻ നോക്കുമ്പോൾ 2 കിലോമീറ്റർ ദൂരത്തിൽ ഞാൻ എണ്ണി 200 ബിന്ന് വെച്ചിട്ടുണ്ട്. കൈ നീട്ടിയാൽ എത്തുന്ന ദൂരത്ത് ബിന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ടും ആ വാക്ക് വേയിൽ വേസ്റ്റ് ഇട്ടിരിക്കുകയാണ്. സാധാരണ മനോഭാവത്തിൽ ഉദ്ദേശിച്ച മാറ്റം ഉണ്ടായിട്ടില്ല എന്നത് ഒരല്പം നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഈ പ്രവർത്തനം തുടരും. 2 തരത്തിൽ ബോധവൽക്കരണം തുടരണം. ബോധവൽക്കരണം കൊണ്ട് മാത്രം ബോധം വീഴുമെന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വ്യാമോഹം നമ്മൾ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. ഒപ്പം ശക്തമായിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റും വേണം. ഇപ്പോൾ പണ്ട് ഈ പൊതുസ്ഥലത്ത് പുകവലിക്കുമായിരുന്നു. അത് നിന്നതെങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈക്കോടതി വിധി വന്നു, പോലീസ് കേസെടുക്കാൻ തുടങ്ങി, അപ്പോഴാണ് നിന്നത്. ഇപ്പോൾ രണ്ടും വേണ്ടി വരും, 2 നടപടികൾ. അതുകൊണ്ടാണ് ക്യാമറ സർവേലൻസ് ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാട്സാപ്പ് നമ്പർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 9447074700 അതാണ് നമ്പറെന്ന് തോന്നുന്നത്. അതിൽ വേസ്റ്റ് വലിച്ചെറിയുന്നവരുടെ പടം അല്ലെങ്കിൽ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്താൽ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. വണ്ടി നമ്പറെങ്കിലും വേണം. അവരെ കണ്ടെത്തി ഫൈൻ ഈടാക്കും 10,000 രൂപ. അതിൽ നിന്ന് 1/4 ഈ വിവരം തന്നയാൾക്ക് റിവാർഡായിട്ട് കൊടുക്കും. എല്ലാ മാർഗവും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിലയിടത്തൊക്കെ പിടിച്ച അനുഭവമുണ്ട്. ഇപ്പോൾ അങ്ങനെ ഏതാണ്ട് 3000-ഓളം വിവരം നമുക്ക് ആ വാട്സാപ്പ് നമ്പറിൽ കിട്ടിയിട്ടുണ്ട്. ഒരു കൺട്രോൾ റൂം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യും, ഏത് തദ്ദേശ സ്ഥാപനമാണെന്ന് അവിടേക്ക് കൊടുക്കും, ആളെ ഐഡൻറ്റിഫൈ ചെയ്യും, പിടിക്കും. കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇങ്ങനെ എൻഫോഴ്സ്മെൻറ്റ് ശക്തമാക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നു. 2023 മാർച്ചിൽ അവസാനിച്ച വർഷം ആകെ ചുമത്തിയ ഫൈൻ 2.9 ലക്ഷമായിരുന്നു. ഈ 24-25 ഈ ഒരു വർഷം ചുമത്തിയത് 5.5 കോടിയാണ്. 2023 മാർച്ചിൽ അവസാനിച്ച വർഷം നടന്ന എൻഫോഴ്സ്മെൻറ്റ് പരിശോധനകൾ 1258ആണ്. ഇപ്പം 51,000-ലധികമാണ്. അത്രയും നമ്മൾ എഫർട്ട് ഇടുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ തലത്തിലുള്ള എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് ഉണ്ട്. അതിന് പുറമെ ജില്ലാ തലത്തിൽ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളതിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നുണ്ട്. ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സിനെ പരിശോധിക്കാൻ ഒരു നിശ്ചിത സമയം അത് മാത്രം ഫോക്കസ് ചെയ്യും. പൊതുസ്ഥലങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വലിയ ഒരു അധ്വാനവും സമയവും ഊർജ്ജവും ഇതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ആളുകളുടെ മനോഭാവത്തിൽ കൂടി മാറ്റം വന്നാലേ നമുക്ക് 100% ഇതിൽ വിജയം കൈവരിക്കാൻ പറ്റും.